ഹായ്, നമുക്കിന്നൊരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. വളരെ സിമ്പിൾ ടോപ്പിക്കാണ്. ചാപ്റ്റർ 1 നമുക്കറിയാമല്ലോ. ചാപ്റ്റർ 1 ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് അല്ലേ? ആ ചാപ്റ്റർ അറിയാമെന്നുണ്ടെങ്കിൽ ചാപ്റ്റർ 5ഉം അറിയാം. കാരണം എന്താണ്? അതിൻ്റെ മാഗ്നറ്റിക് വെർഷനാണ്. അതായത് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ലെറ്റേഴ്സിനെ ജസ്റ്റ് ഒന്ന് മാറ്റിയാൽ മതി. അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ ഡെറിവേഷൻ ഒന്നും കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് ഡയറക്റ്റ് കിടക്കാം. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിച്ചോളൂ. കണ്ട് അതിനകത്ത് ജസ്റ്റ് പറഞ്ഞു പോകാനുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് 1ാം ക്ലാസ്സിൽ പഠിച്ചാണ്. എന്താണ് മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ? മാഗ്നറ്റ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയേ ഉള്ളൂ, കാരണം അതിനു വേണ്ടിയുള്ള കാര്യങ്ങളേ ഉള്ളൂ. മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റ് നല്ല അടിപൊളിയായിട്ട് അട്രാക്ട് ചെയ്യുന്ന സാധനങ്ങളെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. അപ്പോൾ സബ്സ്റ്റൻസസ് വിച്ച് ആർ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ് ആർ കോൾഡ് മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. അതിന് എക്സാമ്പിൾ നമ്മൾ അന്ന് പഠിച്ചതാണ് അയൺ, കൊബാൾട്ട്, നിക്കൽ ഒക്കെ. ഇനി അടുത്തെന്താണ്? നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. എന്താണ് നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞാൽ? സബ്സ്റ്റൻസസ് വിച്ച് ആർ നോട്ട് അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ് ആർ കോൾഡ് നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ്. ആരും ചോദിക്കാൻ പോണില്ല. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. നോക്കൂ, എന്താണ് ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റ്. മാഗ്നറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്. ഒരു മാഗ്നറ്റിനെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. മാഗ്നറ്റിന് എത്ര എൻഡ് ഉണ്ട്? 2 എൻഡ് ഉണ്ട് അല്ലേ? ഒരു ബാർ മാഗ്നറ്റ് എടുത്താൽ അതിന് 2 എൻഡ് ഉണ്ടാവും അല്ലേ? നോർത്ത് പോളും സൗത്ത് പോളും, അതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഒരു മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടീസാണ് അതിനകത്ത്. ഇതൊന്നും ആരും ചോദിക്കില്ല. അട്രാക്റ്റീവ് പ്രോപ്പർട്ടി. ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിനെ അട്രാക്റ്റ് ചെയ്യും. സംശയം ഉണ്ടാവും? ഒരു മാഗ്നറ്റ് അയൺ പോലുള്ള ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിനെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ എ മാഗ്നറ്റ് ക്യാൻ അട്രാക്ട് മാഗ്നറ്റിക് മെറ്റീരിയൽ, ഒരു പ്രോപ്പർട്ടിയായി. ഇനി അടുത്ത ഡയറക്റ്റീവ് പ്രോപ്പർട്ടി. നമ്മൾ ഒരു ബാർ മാഗ്നറ്റ് ഞാൻ നിങ്ങളുടെ കയ്യിലോട്ട് തന്നാൽ ഇതിനെ നിങ്ങൾക്ക് സസ്പെൻഡ് ചെയ്യാം. സസ്പെൻഡ് ചെയ്താൽ അത് ഷാർപ്പായിട്ട് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ വന്ന് നിൽക്കും. അപ്പോൾ ഈ പ്രോപ്പർട്ടി പണ്ട് ഷിപ്പിലൊക്കെ യൂസ് ചെയ്തിരുന്നു. അത് വെച്ചിട്ടാണ് ഡയറക്ഷൻ പ്രോപ്പറായിട്ട് കടലിൻ്റെ നടുക്ക്. ഇപ്പം നമ്മൾ തന്നെ റോഡേ വണ്ടി ഓടിച്ചു പോകുമ്പോഴത്തേക്കും നമ്മൾ വഴി കണ്ടുപിടിച്ച് വയ്ക്കുന്നത് എങ്ങനെയാണ്? അവിടെ നിന്ന് ചെന്നിട്ട് അവിടെ ആ സ്കൂളിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് കയറി പോകണം, അല്ലെങ്കിൽ അവിടെ ഒരു വലിയ മരം നിപ്പുണ്ട്, അവിടെ നിന്ന് റൈറ്റിലോട്ട് കയറി പോകണം. ഇങ്ങനെയൊക്കെയാണ്. കടലിൻ്റെ നടുക്കൂടെ വരുന്ന ആളുകൾ അവിടെ തെങ്ങ് നിപ്പുണ്ട്, ആ തെങ്ങിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റിലോട്ട് പോകണമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അവിടെ തെങ്ങുണ്ടോ? ഇല്ല. ആരെങ്കിലും തെങ്ങോട്ട് നട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അവിടെ മരങ്ങളോ വീടോ ഒന്നുമില്ല. അപ്പോൾ അവിടെ ഡയറക്ഷൻ അറിയണം. ഇപ്പോൾ എങ്ങോട്ട് നോക്കിയാലും കടൽ തന്നെ, എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? ഉടനെ തന്നെ ഒരു മാഗ്നറ്റ് കെട്ടിത്തൂക്കും. അപ്പോൾ മാഗ്നറ്റ് ഡയറക്ഷൻ കാണിച്ചു തരും. നോർത്ത് സൗത്ത് എങ്ങനെയാണെന്ന് കാണിച്ചു തരും. അപ്പോൾ നോർത്തും സൗത്തും അറിയാമെങ്കിൽ ഈസ്റ്റും വെസ്റ്റും അറിയാം. നിങ്ങൾക്ക് അറിഞ്ഞൂടെങ്കിലും അവർക്കറിയാം. എന്നിട്ട് അത് നോക്കിയിട്ട് അവർ ട്രാവൽ ചെയ്ത് വരും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഡയറക്റ്റീവ് പ്രോപ്പർട്ടി എന്നാണ് ഇതിന് പറയുന്നത്. എന്താ പറയുക? ഡയറക്റ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ ഒരു മാഗ്നറ്റിനെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, കെട്ടിത്തൂക്കിയാൽ, ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്താൽ അത് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ നിൽക്കും. അപ്പോൾ ഇത് നോക്കിയിട്ട് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഈ പ്രോപ്പർട്ടിയെ മാഗ്നറ്റിൻ്റെ ഡയറക്റ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയും. അപ്പോൾ എ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് റെസ്റ്റ് ഇൻ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. സോ ദിസ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് ഡയറക്റ്റീവ് പ്രോപ്പർട്ടി. ഇനി എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പേന ഒരു മാഗ്നറ്റ് ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഇതിനെ ഞാൻ കെട്ടിത്തൂക്കിയപ്പോൾ ഇത് ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പം നമ്മുടെ റൂമിൻ്റെ നോർത്തും സൗത്തും ഒക്കെ നമുക്കിപ്പോൾ അറിയാം. നമ്മുടെ വീടിൻ്റെ ഇപ്പം ഞാൻ നിൽക്കുന്ന റൂമിൻ്റെ നോർത്ത് ഇവിടെയാണ്, സൗത്ത് ഇവിടെയാണ്. ഓക്കെ, അപ്പം നോർത്തും സൗത്തും അറിയാം. അപ്പം നമ്മുടെ റൂമിൻ്റെ നോർത്ത് ഇത്, സൗത്ത് ഇവിടെ. അപ്പം ഞാനിങ്ങനെ ഈ ബാർ മാഗ്നറ്റിനെ കെട്ടിത്തൂക്കിയാൽ ഇത് കിടന്ന് ആടിക്കഴിഞ്ഞിട്ട് ഇത് കറക്റ്റ് ഇങ്ങനെ നിൽക്കും. അപ്പം നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ വന്നത് റെസ്റ്റ് ചെയ്യും. അപ്പം ഞാൻ ഇവിടെ നോക്കിയിട്ട് പറയും ഇവിടാണ് നോർത്ത്. അപ്പോൾ ഈ ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ ഇതാണെന്ന് പറയും, ഇതാണ് സൗത്ത് പോൾ. അപ്പോൾ നമ്മുടെ റൂമിലെ നോർത്ത് ഇതല്ലേ? ഇതിനെ ജോഗ്രഫിക്കൽ നോർത്ത് എന്ന് പറയും. എന്താ പറയുക? സാധാരണ നോർത്തിനെ പറയുന്ന പേരാണ് ജോഗ്രഫിക്കൽ നോർത്ത്. ഓക്കെ, ഇനി അപ്പം ഇതാണ് ജോഗ്രഫിക്കൽ നോർത്ത്, നമുക്കറിയാമെന്നുള്ള നോർത്ത്. ഇനി അതാണ് ജോഗ്രഫിക്കൽ സൗത്ത്. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ നോർത്തും സൗത്തും എനിക്കറിയാം. ഇനി നമ്മുടെ എർത്ത് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒരു മാഗ്നറ്റ് ഉണ്ട് എന്നാണ് നമ്മുടെ കൺസെപ്റ്റ്. അപ്പോൾ എർത്തിൻ്റെ അകത്ത് നമ്മൾ തോണ്ടി നോക്കിയാൽ ഒരു മാഗ്നറ്റ് കാണും എന്നാണ് നമ്മുടെ കൺസെപ്റ്റ്. അപ്പോൾ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു മാഗ്നറ്റ് എർത്തിൻ്റെ അകത്തിരിപ്പുണ്ട് കേട്ടോ. ആ മാഗ്നറ്റിൻ്റെ, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കണം, നമ്മുടെ ഈ സൈഡ് എന്താണ്? നമ്മുടെ സാധാരണ നോർത്താണ്. ഇതെന്താണ്? സാധാരണ സൗത്താണ്. അപ്പോൾ ഇവിടെ ഞാനൊരു ബാർ മാഗ്നറ്റിനെ കെട്ടിത്തൂക്കിയപ്പോൾ ബാർ മാഗ്നറ്റ് ഇങ്ങനെയാണ് വന്ന് നിന്നത്. ഈ മാഗ്നറ്റിൻ്റെ ഇവിടെ നോക്കിയിട്ട് ഞാൻ പറയുന്നു ഇവിടെ നോർത്ത് പോളാണെന്ന് പറയുന്നു, ഇപ്പുറം സൗത്ത് പോളാണെന്നും പറയുന്നു. അപ്പോഴേ
ഒരു നമ്മുടെ ഇവിടെ ഇങ്ങനെ ഈ മാഗ്നറ്റ് നിൽക്കണമെങ്കിൽ വേറൊരു മാഗ്നറ്റിന് പാരലായിട്ടല്ലേ അവൻ നിൽക്കൂ. അപ്പോൾ ഈ എർത്തിൻ്റെ അകത്ത് ഒരു ബാർ മാഗ്നറ്റ് ഉണ്ടെന്ന് നിങ്ങളങ്ങ് അസ്യൂം ചെയ്യുക. അപ്പോൾ ഈ എർത്തിൻ്റെ അകത്തൊരു ബാർ മാഗ്നറ്റ് ഇരിപ്പുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മാഗ്നറ്റാണ്. ഇതിൻ്റെ നോർത്താണിത് എന്ന് ഞാൻ പറയണമെങ്കിൽ അടിയിലിരിക്കുന്ന എർത്തിൻ്റെ അകത്തിരിക്കുന്ന മാഗ്നറ്റിൻ്റെ സൗത്ത് അല്ലേ അതിൻ്റെ ലെവലിൽ വരിക. അപ്പം ഈ നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്നത് നോർത്ത് ആണെങ്കിൽ എർത്തിൻ്റെ അകത്തിരിക്കുന്ന അതിൻ്റെ ഈ എൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? സൗത്ത് ആയിരിക്കണം. ഇനി ഇപ്പുറത്ത് ഇവിടം സൗത്ത് ആണ്, അപ്പോൾ എർത്തിൻ്റെ അകത്തിരിക്കുന്ന മാഗ്നറ്റിൻ്റെ നോർത്താണ് അവിടെ. ഇനി ഞാൻ പറഞ്ഞ കാര്യം ഒന്നും കൂടെ പറയാം. നമ്മുടെ റൂമിൻ്റെ നോർത്തും ഇത് നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോഴേക്കും നമുക്ക് ആവശ്യമുണ്ട്. അപ്പം ഒന്നുകൂടെ നമ്മുടെ റൂമിൻ്റെ നോർത്തും സൗത്തും ഞാൻ ഒന്നും കൂടെ പറയാം. ഇതാണ് ഈ റൂമിൻ്റെ നോർത്ത്. ഓക്കെ, അങ്ങോട്ടാണ് നോർത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇങ്ങോട്ടാണ് സൗത്ത്. ഈ സാധാരണ നോർത്തിനെയും സൗത്തിനെയും നമ്മൾ ജോഗ്രഫിക്കൽ നോർത്ത് എന്നും ജോഗ്രഫിക്കൽ സൗത്ത് എന്നും പറയും. അതിനകത്ത് ഡൗട്ടൊന്നും ആർക്കും ഇല്ല. ഇനി ഇതൊരു ബാർ മാഗ്നറ്റ് ആണ്. കെട്ടിത്തൂക്കിയിട്ടിട്ട് ഞാൻ പറയുന്നു, ദാണ്ടെ ഈ മാഗ്നറ്റ് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ വന്ന് നിൽക്കുന്നുണ്ടോ? ഈ മാഗ്നറ്റിൻ്റെ ഈ എൻഡിൽ നോക്കിയിട്ട് ഞാൻ പറയുന്നു, ഇവിടമാണ് ഈ ബാർ മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ എന്ന് പറയുന്നു. ഇപ്പുറമാണ് ഈ ബാർ മാഗ്നറ്റിൻ്റെ സൗത്ത് പോൾ എന്നും ഞാൻ പറയുന്നു. അങ്ങനെ പറയണമെങ്കിൽ നമ്മൾ നമ്മുടെ കോമൺ സെൻസ് യൂസ് ചെയ്യുക. എന്താണ്? എർത്തിൻ്റെ അകത്ത് ഒരു മാഗ്നറ്റ് ഉണ്ടാവും. ആ മാഗ്നറ്റിന് പാരലായിട്ടായിരിക്കും ഈ മാഗ്നറ്റ് കെട്ടിത്തൂക്കുമ്പോൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ എർത്തിൻ്റെ അകത്തിരിക്കുന്ന മാഗ്നറ്റിൻ്റെ സൗത്ത് പോൾ ഇവിടെ ഇരുന്നാലല്ലേ ആ സൗത്ത് പോള് ഈ നോർത്തിനെ അട്രാക്ട് ചെയ്ത് നിർത്തൂ. ഇനി അതുപോലെ ആ എർത്തിൻ്റെ അകത്തിരിക്കുന്ന മാഗ്നറ്റിൻ്റെ എന്താണ് ഏത് പോളാണ് ഇവിടെ ഇരിക്കുന്നത്? ഇവിടെ നമ്മുടെ ഈ മാഗ്നറ്റിൻ്റെ സൗത്താണിത്. അപ്പോൾ അവിടെ ഇരിക്കുന്നത് ഏതാണ്? നോർത്താണ്. അപ്പോൾ ഇനി മറന്നു പോരുത്, നമ്മുടെ റൂമിൻ്റെ നോർത്ത് അറിയാം, സൗത്ത് അറിയാം. അതിനെന്താ പറയുക? ജോഗ്രഫിക്കൽ നോർത്ത് എന്നും ജോഗ്രഫിക്കൽ സൗത്ത് എന്നും. ഇനി എർത്തിൻ്റെ അകത്ത് ഒരു മാഗ്നറ്റ് ഇരിപ്പുണ്ടെന്ന് നിങ്ങൾ അങ്ങ് അസ്യൂം ചെയ്യുക. എർത്തിൻ്റെ അകത്തിരിക്കുന്ന ആ മാഗ്നറ്റിൻ്റെ ഏതാണ് ഇവിടെ ഇരിക്കുന്നത്? ഇവിടെ ഇരിക്കുന്നത് ഏതാണ്? നോർത്ത് അല്ല, സൗത്ത് പോളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഏത് പോളാണ്? സൗത്ത് പോളാണ്. അപ്പുറത്തിരിക്കുന്ന ഏത് പോളാണ്? നോർത്ത് പോളാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായ? എന്താണ് ഇത്? നമ്മുടെ റൂമാണെന്നെങ്കിൽ മനസ്സിലായി. ഈ റൂമിൻ്റെ നോർത്താണിത്, അതാണ് സൗത്ത്. അപ്പോൾ ഈ നോർത്തിനെ സൗത്തിനെ നമ്മൾ എന്തെന്ന് പറയും? ജോഗ്രഫിക്കൽ നോർത്ത് എന്നും ജോഗ്രഫിക്കൽ സൗത്ത് എന്നും പറയും. അപ്പോൾ ഇതാണ് ജോഗ്രഫിക്കൽ നോർത്ത്. ഓക്കെ, ഇനി എർത്തിൻ്റെ അകത്തൊരു മാഗ്നറ്റ് കുഴിച്ചിട്ടിട്ടുണ്ടെന്നാണ് നമ്മളങ്ങ് ചിന്തിക്കുക. ആ മാഗ്നറ്റിൻ്റെ സൗത്ത് പോളാണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഇരിക്കുന്ന ഏതാണ്? സൗത്ത് ആണ്. അപ്പുറത്തിരിക്കുന്ന അപ്പോൾ ഏതായിരിക്കും? നോർത്ത് ആയിരിക്കും. മനസ്സിലായോ? ഇനി അപ്പം ഒന്ന് മനസ്സിൽ കണ്ടേ, നമ്മുടെ റൂമിൻ്റെ നോർത്താണ് ഇവിടെ എർത്തിൻ്റെ അകത്തുള്ള മാഗ്നറ്റിൻ്റെ സൗത്ത് പോളാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ബാർ മാഗ്നറ്റ് കെട്ടി തൂക്കിയാൽ ഇതിങ്ങനെ ഒന്ന് നിൽക്കുന്ന സമയത്ത് ഇത് നോർത്താണ്. കാരണം എന്താണ്? എർത്തിൻ്റെ അകത്തിരിക്കുന്നതിൻ്റെ എന്താണ് ഇവിടെ? സൗത്ത് അല്ലേ? അപ്പം സൗത്ത് ഈ നോർത്തിനെ അട്രാക്ട് ചെയ്ത് നിർത്തുന്നതാണ്. അതുപോലെ അപ്പുറത്തെ സൈഡിൽ നോർത്താണ് ഇതിൻ്റെ എന്തിനെ അട്രാക്ട് ചെയ്ത് നിർത്തുന്നത്? സൗത്തിനെ. അതുകൊണ്ടാണ് ഇത് പാരലായിട്ട് നിൽക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഓർത്ത് വെച്ചോണ്ടത്. ഓക്കെ, അപ്പോൾ പറയൂ ഒന്നും കൂടെ. നമ്മുടെ റൂമിൻ്റെ നോർത്ത്, നമ്മുടെ റൂമിൻ്റെ സൗത്ത്. ഈ നോർത്തിനെയും സൗത്തിനെയും പറയുന്ന പേര് ജോഗ്രഫിക്കൽ നോർത്ത് എന്നും ജോഗ്രഫിക്കൽ സൗത്ത് എന്നും. ഇവിടെ ഒരു ബാർ മാഗ്നറ്റ് കെട്ടിത്തൂക്കിയാൽ ഇറ്റ് വിൽ അലൈൻ ഇൻ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ഇതാണ് ദ എൻഡ് ടുവേഴ്സ് നോർത്ത് ഈസ് കോൾഡ് നോർത്ത് പോൾ, ദ എൻഡ് ടുവേഴ്സ് സൗത്ത് ഈസ് കോൾഡ് സൗത്ത് പോൾ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് നോർത്ത് പോൾ ആണെങ്കിൽ ഈ എർത്തിൻ്റെ അകത്തിരിക്കുന്ന മാഗ്നറ്റിൻ്റെ ഏതാണ്? സൗത്ത് പോളാണ് എർത്തിൻ്റെ അകത്തിരിക്കുന്നത്. ഈ എർത്ത് മാഗ്നറ്റിൻ്റെ ഇപ്പം ഇവിടെ ഇരിക്കുന്നത് സൗത്ത് ആണെങ്കിൽ എർത്ത് മാഗ്നറ്റിൻ്റെ നോർത്ത് ആയിരിക്കും അവിടെ ഇരിക്കുന്നത്. അത്രയും ഓക്കെ ആണ്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല. സോ എ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് റെസ്റ്റ് ഇൻ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. ദ പോൾ towards north, geographical north, is called the north pole. The pole towards geographical south is called south pole. No problem. This property is called directive property. A freely suspended magnet rests in north south direction. This property was used by navigators. So this property can be called as ഡയറക്റ്റീവ് പ്രോപ്പർട്ടി. ഇനി അടുത്തെന്താണ്? ലൈക്ക് പോൾസ് റിപ്പൽ ഈച്ച് അതർ. ഒന്നാം ക്ലാസ്സിലെ പിള്ളേരുടെ നിന്ന് ഇതൊന്നും പോയി കാണാതെ പഠിക്കരുത്, അവരെ അടിച്ചു കൊന്നുകളയും നിങ്ങളെ. നോക്കൂ, ലൈക്ക് പോൾസ് റിപ്പൽ ഈച്ച് അതർ. നോർത്തും റിപ്പൽ ചെയ്യും, സൗത്തും റിപ്പൽ ചെയ്യും, നോർത്തും സൗത്തും അട്രാക്ട് ചെയ്യും. സോ ലൈക്ക് പോൾസ് റിപ്പൽ ഈച്ച് അതർ, അൺലൈക്ക് പോൾസ് അട്രാക്ട് ഈച്ച് അതർ. അടുത്തെന്താണ്? മാഗ്നറ്റിക് പോൾസ് ആൾവേസ് എക്സിസ്റ്റ് ഇൻ പെയർസ്. എന്താണ്? മാഗ്നറ്റിക് പോൾസ് എപ്പോഴും പെയർ ആയിട്ടായിരിക്കും.
ഓക്കെ, അപ്പോൾ എന്താണ് എപ്പോഴും പെയറായിട്ടേ മാഗ്നറ്റിക് പോൾസ് കാണൂ, അല്ലാതെ നോർത്ത് മാത്രം ജീവിച്ചിരിക്കില്ല. നോർത്ത് ഉണ്ടെങ്കിൽ എന്തും കാണും, സൗത്തും കാണും. സൗത്ത് ഉണ്ടെങ്കിൽ അവിടെ നോർത്തും കാണും. ഇപ്പോൾ സുധീഷ് നമ്മുടെ അങ്ങോട്ട് നടന്നു പോകുന്നു. സുധീഷിനെ കാണുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും സുധീഷ് മാത്രമാണെന്ന്. സോ അവൻ മാത്രമല്ല, അവൻ ആ പെണ്ണിനെ കൊണ്ട് കറങ്ങാൻ പോയതാണ്. ഇപ്പോൾ നോക്ക്, അപ്പോൾ പെണ്ണും ചെറുക്കനും കൂടെ എവിടെ സിനിമ കണ്ടിട്ട് വരുന്നവരമാണ്. അപ്പോൾ അവിടെ രണ്ട് പോളുകൾ, സുധീഷ് എന്ന് പറഞ്ഞ പോളും പെൺകുട്ടി എന്ന് പറഞ്ഞ പോളും. ഓക്കെ, ഇപ്പോൾ ഓപ്പോസിറ്റ് പോൾസ് ആണ്. അപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ച് എപ്പോഴും കണ്ടാലും ഒരുമിച്ച്. അപ്പോൾ അങ്ങനെ നടക്കരുത് കേട്ടോ. അപ്പോൾ നോക്ക്, ഇപ്പോൾ +2 ആണ്, അങ്ങനെ ഗുരുത്തക്കേടൊക്കെ ഉണ്ടെങ്കിൽ അവസാനം പരീക്ഷയുടെ മാർക്കും മുട്ടയായിരിക്കും. അപ്പോൾ നോക്കൂ, അപ്പോൾ എന്താണ്, അപ്പോൾ എപ്പോഴും സുധീഷിനെയും പെണ്ണിനെയും ഒരുമിച്ചേ കാണൂ, ഒറ്റ പോളായിട്ട് നമ്മൾ കാണില്ല. അതേപോലെയാണ് മാഗ്നറ്റിക് പോൾസും. നോർത്ത് ഉണ്ടെങ്കിൽ സൗത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പം മാഗ്നറ്റിക് പോൾസ് ആൾവേസ് എക്സിസ്റ്റ് ഇൻ പെയർസ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സോ എന്തൊക്കെയാണ്, വാട്ട് ആർ ദ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റ്? സി, ഫസ്റ്റ് വൺ അട്രാക്റ്റീവ് പ്രോപ്പർട്ടി, സെക്കൻഡ് വൺ ഡയറക്റ്റീവ് പ്രോപ്പർട്ടി, തേർഡ് വൺ ലൈക്ക് പോൾസ് റിപ്പൽ ഈച്ച് അതർ, അൺലൈക്ക് പോൾസ് അട്രാക്ട് ഈച്ച് അതർ. അടുത്ത് മാഗ്നറ്റിക് പോൾസ് ആൾവേസ് എക്സിസ്റ്റ് ഇൻ പെയർസ്. ഇതൊന്നും ആരും ചോദിക്കില്ല. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. നോക്കൂ, അടുത്തത് മാഗ്നറ്റിക് ഫീൽഡ്. അയ്യേ, ഇതൊന്നും ചോദിക്കില്ല. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മാഗ്നറ്റ് വെച്ചിരിക്കുന്നു, മാഗ്നറ്റിന്റെ ശക്തി അനുഭവപ്പെടുന്ന അതിന് ചുറ്റുമുള്ള റീജിയനെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ്. ചുമ്മാ പറ, ദ സ്പേസ് സറൗണ്ടിങ് എ മാഗ്നറ്റ് വേർ ഇറ്റ്സ് എഫക്റ്റ് ഈസ് ഫെൽറ്റ് ഈസ് കോൾഡ് മാഗ്നറ്റിക് ഫീൽഡ്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, നമ്മൾ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾക്ക് അറിയാം. ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഓൺ ചാർജ് എന്നാണ് ഞാൻ പഠിപ്പിച്ചത്. ഇന്റൻസിറ്റി ഈസ് എ ഫോഴ്സ് ഓൺ യൂണിറ്റ് ചാർജ്. ഇറ്റ് ഈസ് എ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് എന്നാണ് പഠിപ്പിച്ചത്. ഇവിടെ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ലെറ്റർ ആണ് ബി. ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോഴ്സ് ഓൺ ചാർജിന് പകരം, പോസിറ്റീവ് ചാർജിന് പകരം നമ്മൾ അവിടെ പറയുന്നത് നോർത്ത് പോളിനെയാണ്. എന്താണ്? നോർത്ത് പോളിനെയാണ്. അപ്പം നമ്മളൊരു കമ്പാരിസൺ ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. പോസിറ്റീവ് ചാർജ് എന്ന് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ച സ്ഥലത്ത് ഇവിടെ ഏത് പോളെന്ന് പറയും? നോർത്ത് പോൾ എന്ന് പറയും. ഓർത്തോണം. വാട്ട് ഡു യു മീൻ ബൈ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്? ഇറ്റ് ഈസ് എ ഫോഴ്സ് ഓൺ യൂണിറ്റ് നോർത്ത് പോൾ കെപ്റ്റ് അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പൊ നമ്മുടെ ഈ ക്ലാസ്സിനകത്ത് എന്താണ്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് അല്ലേ? നമ്മുടെ ഈ ക്ലാസ്സിനകത്ത് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഇനി എന്താണ് എനിക്ക് വേണ്ടത്? ഒരു പർട്ടിക്കുലർ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ സ്ട്രെങ്ത് വേണം. ഞാൻ എന്ത് ചെയ്യും? അവിടെ ഒരു യൂണിറ്റ് നോർത്ത് പോളിനെ കൊണ്ടുവയ്ക്കും. ആ യൂണിറ്റ് നോർത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ പറയുന്ന പേരാണ് ഇന്റൻസിറ്റി. സോ വാട്ട് ഡു യു മീൻ ബൈ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്? ഇറ്റ് ഈസ് എ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് നോർത്ത് പോൾ കെപ്റ്റ് അറ്റ് ദാറ്റ് പോയിന്റ്. ഓക്കെ, ദെൻ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ E = F/Q ആണെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ കാണും? F/നോർത്ത് പോൾ എന്നാണ്. ഓക്കെ, അപ്പൊ നോർത്ത് പോൾ എന്ന് പറയുമ്പോൾ പോളിന്റെ സ്ട്രെങ്ത് ആണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് പിന്നീട് പറയാം. അടുത്ത് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക് ഫ്ലക്സ് എന്താന്ന് പറയൂ? ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എ സർഫസ്. അതുപോലെ അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സ് എന്തായിരിക്കും? ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എ സർഫസ്. ബുദ്ധിമുട്ടുണ്ടോ? ആരും ചോദിക്കില്ല. എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എ സർഫസ്. അപ്പൊ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എ സർഫസ്. ഇനി എന്താണ്? നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ യൂണിറ്റ് ഏരിയ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. എന്താ പറയാ? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ വേറെ പേരാണ് നമ്മുടെ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഇന്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡിന്റെ വേറെ പേര് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്നാണ്. നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ യൂണിറ്റ് ഏരിയ, അതാണ് എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. അതിന്റെ ലെറ്റർ ബി. ഇതൊന്നും ആരും ചോദിക്കാൻ ചാൻസേ ഇല്ല. ഇനി അടുത്തത് ഓർത്ത് വെച്ചോണം. എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഓഫ് ദ ഓർഡർ ഓഫ് 10⁻⁵ ടെസ്ല. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് എന്താ? മാഗ്നിറ്റ്യൂഡ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഓഫ് ദ ഓർഡർ ഓഫ് 10⁻⁵ ടെസ്ല. അതൊക്കെ ജസ്റ്റ് വായിച്ച് കളയുക. ദെൻ നോക്കൂ, ഒരു സെന്റൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ്? എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ അല്ല. ഇനി ഇപ്പം നമുക്ക് ഈ സമയത്ത്, ഇപ്പോഴത്തെ ഈ സമയത്ത് ഇപ്പോൾ 1 മണിക്ക് ഇവിടെ ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കില്ല രാത്രി 1 മണിക്ക്. ഓക്കെ, അപ്പോൾ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എർത്ത് ചേഞ്ചസ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എർത്ത് ചേഞ്ചസ് ഫ്രം ടൈം ടു ടൈം. അപ്പോൾ സ്ലൈറ്റ് വേരിയേഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം നമുക്ക് നമ്മുടെ വിശ്വാസങ്ങളാണ്. ഇതൊന്ന് കറക്റ്റ് ഷാർപ്പായിട്ടൊന്നും ആരും കണ്ടുപിടിച്ചിട്ടില്ല.
അതിൻ്റെയൊക്കെ റിസർച്ചുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഇതൊന്നും അല്ല. ഓക്കെ, ഇതിനകത്തൊക്കെ നമ്മൾ എന്താണ് ചേഞ്ചസ് ഓരോ വർഷവും റിസർച്ച് നടക്കുമ്പോഴത്തേക്ക് ഓരോ ചേഞ്ചസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ലിസൺ ഹിയർ. The magnetic field of Earth changes from place to place. Magnetic field of Earth changes from time to time. Then what is a order of magnitude? What is a magnitude of Earth's magnetic field? About 10 raised to minus 5 Tesla. Okay, ബുദ്ധിമുട്ടൊന്നുമില്ല. ചുമ്മാ പറയൂ. What is magnetic field? Space surrounding a magnet where its effect is felt is called magnetic field. What do you mean by intensity of magnetic field? It is a force experienced by a unit north pole kept at that point. Then magnetic flux എന്ന് പറഞ്ഞാൽ എന്താണ്? Number of magnetic field lines passing normally through a surface. Magnetic flux density എന്ന് പറഞ്ഞാൽ എന്താണ്? Number of magnetic field lines passing normally through unit area is called magnetic flux density. Letter B. ഇനി അടുത്തെന്താണ്? Magnetic field of Earth changes from time to time. It changes from place to place. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഓക്കെ, അടുത്തത് നോക്കൂ. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. എന്താണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് ആദ്യം പറയൂ. എന്താണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്? പറ, എന്താണ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് നമുക്കറിയാം. എന്താണ് ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ? എന്ത് ചെയ്യണം? അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഇലക്ട്രിക് ഫീൽഡിന്റെ ഇപ്പം ഈ നമ്മുടെ ക്ലാസ്സിനകത്ത് ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഏത് പോയിന്റ് എടുത്താലും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം, അതിൻ്റെ ഡയറക്ഷൻ സെയിം ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് യൂണിഫോം ആണെന്ന് പറയും, നമുക്കറിയാം. അതുപോലെ എന്തായിരിക്കും യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഈ ക്ലാസ് റൂമിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. എവിടെ എടുത്താലും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, അതിൻ്റെ ഡയറക്ഷനും സെയിം ആണെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡിനെ പറയുന്ന പേര് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ആരും ചോദിക്കില്ല, പറയും. സോ വാട്ട് ഈസ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്? ഇഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഹാസ് same magnitude and same direction at all points, we call it uniform magnetic field. ഒരു ബുദ്ധിമുട്ടില്ല. ഇനി അടുത്തത് എന്താണ്? എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ്. എർത്തിന്റെ സർഫസിലുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ നമ്മൾ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എർത്തിന്റെ സർഫസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഈസ് കൺസിഡേർഡ് ആസ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. അത് എന്താണ്? എർത്തിന്റെ റേഡിയസ് അറൗണ്ട് 6400 കിലോമീറ്റർ ആണ് എർത്തിന്റെ റേഡിയസ് എന്ന് നമുക്കറിയാം. ഇതിൻ്റെ ഒരു 5 ടൈംസ് വരെ ഹൈറ്റ് വരെ എക്സ്റ്റെൻഡ് ആയി കിടക്കും. അപ്പോൾ ദ മാഗ്നറ്റിക്, ഇത് ഓർത്ത് വയ്ക്കേണ്ട പോയിന്റ്, ദ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ എർത്ത് സർഫസ് ഈസ് കൺസിഡേർഡ് ആസ് യൂണിഫോം. ഇറ്റ് എക്സ്റ്റെൻഡ്സ് അപ് ടു 5 ടൈംസ് റേഡിയസ് ഓഫ് എർത്ത്. ഓക്കെ, ദെൻ അടുത്തെന്താണ്? ഒരു ബാർ മാഗ്നറ്റ് ഞാൻ എടുക്കാം. ഒരു ബാർ മാഗ്നറ്റ് എടുത്താൽ ഇതാണ് നമ്മുടെ ബാർ മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നോർത്ത് പോൾ, സൗത്ത് പോൾ. ഓക്കെ, ഇനി നോക്കൂ, ഇതിൻ്റെ ഫീൽഡ് ലൈൻസ് ഞാൻ വരയ്ക്കാം. നോക്കൂ, ഇവിടെ അത് ഇങ്ങനെ വരയ്ക്കുന്നു, കണ്ടോ? ഇങ്ങനെയല്ലേ ഫീൽഡ് ലൈൻസ് പോവുക? ഇങ്ങനെയാണ്. ഇവിടെ ചെന്നിട്ട് അവസാനിക്കുന്നില്ല ഫീൽഡ് ലൈൻസ്. ഇവിടെ ഒന്ന് സൗത്തിൽ ഒന്ന് അവസാനിക്കില്ല, അതിൻ്റെ കണ്ടിന്യൂവേഷൻ ഈ മാഗ്നറ്റിൻ്റെ അകത്തൂടെ ഉണ്ട്, കണ്ടോ? അപ്പം ഇങ്ങനെയാണ്, കണ്ടല്ലോ? ഇനി വീണ്ടും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഞാൻ വരയ്ക്കുകയാണ്, കണ്ടോ? ഈ ഫീൽഡ് ലൈൻ ഇങ്ങനെയാണ്, ഇവിടെ ഒന്ന് അവസാനിക്കുന്നില്ല, ഇത് ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് ഇവിടെ നിന്നൊരു ഫീൽഡ് ലൈൻ ഞാൻ വരയ്ക്കാം. നിങ്ങൾ നോക്കൂ, ഇതിങ്ങനെ പോയി ഇങ്ങനെ അവിടെ വന്നിട്ട് അവസാനിക്കില്ല, ഇങ്ങനെ കയറി പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഇനി വീണ്ടും ഒരു ഫീൽഡ് ലൈൻ ഇവിടെ വരയ്ക്കാം, കണ്ടല്ലോ? ഇങ്ങനെയാണ്, ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ കയറി ഇങ്ങനെ പോകും അല്ലേ? അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഞാൻ വരച്ചു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മുടെ മാഗ്നറ്റിൻ്റെ വെളിയിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ തന്നാൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും? നിങ്ങൾ എന്ത് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡ് തന്നാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ തന്നാൽ നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കും? പെട്ടെന്ന് പറ. എന്ത് ചെയ്യും? ആ പോയിന്റിൽ ഒരു ടാൻജന്റ് വരയ്ക്കും. അതുപോലെ ഞാൻ നിങ്ങൾക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ തരട്ടെ. ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ തന്നാൽ ആ പർട്ടിക്കുലർ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണാൻ വേണ്ടി അവിടെ എന്ത് വരയ്ക്കുക? ടാൻജന്റ് വരയ്ക്കുക. ചുമ്മാ ടാൻജന്റ് വരയ്ക്കുക. ഇതാണ് നിങ്ങളുടെ പോയിന്റ്. ഇവിടെ ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്യാം. നോക്കൂ, ഞാനിവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു, കണ്ടോ? ഈ പോയിന്റിന്റെ പേര് പി എന്നാണ്. അവിടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണെന്ന് എനിക്ക് അറിഞ്ഞോളാൻ വയ്യ, സഹിക്കാൻ പറ്റുന്നില്ല. നോക്കൂ, അപ്പോൾ അറിയണം എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ അവിടെ ഒരു ടാൻജന്റ് വരച്ചുകൊടു. വരച്ചോ, ഈ പോയിന്റിൽ ഒരു ടാൻജന്റ് വരച്ചോ. ഇങ്ങോട്ടാണ് അല്ലേ? അപ്പം ഇങ്ങോട്ടാണ് ആ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ തന്നാൽ നിങ്ങൾക്ക് ആ സ്ഥലത്തെ എന്ത് കണ്ടുപിടിക്കാം? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാം. യു ഡ്രാ എ ടാൻജന്റ് ദയർ.
ബുദ്ധിമുട്ടില്ല. ഇനി അപ്പം നിങ്ങൾ നോക്കൂ, ഒരു ബാർ മാഗ്നറ്റ് ആണ് ഇരിക്കുന്നത്, അതിൻ്റെ നോർത്ത് പോളാണിത്, സൗത്ത് പോളാണിത്. അപ്പോൾ ഇതിൻ്റെ വെളിയിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നോക്കൂ, നോർത്തിൽ നിന്ന് സൗത്തിലോട്ടല്ലേ. അപ്പോൾ ഔട്ട്സൈഡ് എ ബാർ മാഗ്നറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഫ്രം നോർത്ത് ടു സൗത്ത്. ഇനി മാഗ്നറ്റിന്റെ അകത്ത് നോക്കിയേ, ആരോ മാർക്ക് ഇങ്ങോട്ടല്ലേ കിടക്കുന്നത്, സൗത്തിൽ നിന്ന് നോർത്തിലോട്ടല്ലേ എല്ലാം കിടക്കുന്നത്. സോ ഇൻസൈഡ് ദ ബാർ മാഗ്നറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഫ്രം സൗത്ത് ടു നോർത്ത്. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? നിങ്ങൾ ഇവിടെ എവിടെ വേണോ ടാൻജന്റ് വരച്ച് നോക്കുക, അത് ഇങ്ങോട്ടല്ലേ കാണിക്കൂ. അപ്പൊ എന്താണ് ഓർത്ത് വയ്ക്കേണ്ട പോയിന്റ് ആണ്, ഔട്ട്സൈഡ് എ ബാർ മാഗ്നറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഫ്രം നോർത്ത് ടു സൗത്ത്, ബട്ട് ഇൻസൈഡ് ഇറ്റ് ഈസ് ഫ്രം സൗത്ത് ടു നോർത്ത്. കീപ് ഇൻ മൈൻഡ്, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. സി, ഔട്ട്സൈഡ് എ ബാർ മാഗ്നറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഫ്രം നോർത്ത് ടു സൗത്ത്, ഇൻസൈഡ് ഇറ്റ് ഈസ് ഫ്രം സൗത്ത് ടു നോർത്ത്. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഇനി ഒരു ബാർ മാഗ്നറ്റ് ആണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, ബാർ മാഗ്നറ്റിന് ചുറ്റുമുള്ള ഫീൽഡ് ലൈൻസ് ആണ് വരച്ചിരിക്കുന്നത്. ഇതാണ്ട് ഇവിടെ ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യുന്നു. ഇതാ പോയിന്റിന്റെ പേര് എ എന്നാണ്. എ എന്ന് പറയുന്ന ഈ പോയിന്റിലുള്ള എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ നോക്കുന്നു. നോക്ക്, ഇവിടെ രണ്ട് ഫീൽഡ് ലൈൻസ് ഉണ്ടല്ലേ. ഇനി നോക്ക്, ഇവിടെ ഈ ഒരു സ്ഥലം എടുത്തു കഴിഞ്ഞാൽ അവിടെ മാഗ്നറ്റിക് ഫീൽഡിന് ഒരു പർട്ടിക്കുലർ വാല്യൂ ആണ്, അതിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. ഓക്കെ, അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്. ഇനി ഇവിടെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് വേറെ ആയിരിക്കും, അതിന്റെ ഡയറക്ഷൻ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഓരോ സ്ഥലത്തും മാഗ്നറ്റിക് ഫീൽഡ് ഓരോന്നല്ലേ, അതിന്റെ ഡയറക്ഷനും മാറ്റമല്ലേ. അപ്പോൾ ഒരു ബാർ മാഗ്നറ്റിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് യൂണിഫോം ആണ്, നോൺ യൂണിഫോം ആണ്? ഡെഫിനറ്റ്ലി നോൺ യൂണിഫോം. എന്താണ്? സേ അറ്റ് ഡിഫറെന്റ് പോയിന്റ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡിഫറെന്റ്, ദ മാഗ്നിറ്റ്യൂഡ് ഈസ് ആൾസോ ഡിഫറെന്റ്. സോ വാട്ട് ടൈപ്പ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എക്സിസ്റ്റ് സറൗണ്ടിങ് എ ബാർ മാഗ്നറ്റ്? Non-uniform field. Okay, so surrounding a bar magnet a non-uniform magnetic field exists. Okay, keep in mind. Then tell me about the direction. What is the direction of magnetic field outside the bar magnet? From north to south. Inside it is from south to north. Is it? നമുക്കിനി അടുത്തതിലേക്ക് പോകാം. നോക്കൂ എന്തൊക്കെയാണ് അടുത്ത് നമ്മൾ പറയുന്നത്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുമെന്നാണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തത്? കുറെ പാരലൽ ലൈൻസ് വരച്ചു അല്ലേ. ആ ലൈൻസ് തമ്മിലുള്ള സ്പേസിങ് കറക്റ്റ് ആയിരുന്നു, ഈക്വൽ ആയിരുന്നു, എന്നിട്ട് ഡയറക്ഷൻ കൊടുത്തു. അപ്പോൾ എന്താണ്? അതുപോലെ ഹൗ ക്യാൻ യു റെപ്രസെന്റ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്? ബൈ ഡ്രോയിങ് പാരലൽ ലൈൻസ് ഇനി വിത്ത് ആരോ മാർക്ക് ആണല്ലോ. ഈ സ്പേസിങ് എങ്ങനെ ഇരിക്കണം? സെയിം ആയിരിക്കണം. സി, ദിസ് ഈസ് എ റെപ്രസെന്റേഷൻ ഓഫ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. സോ ഹൗ ക്യാൻ യു റെപ്രസെന്റ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്? ബൈ ഡ്രോയിങ് parallel equispaced field lines. Okay, so this is a representation of what? Uniform magnetic field. അല്ല, ബുദ്ധിമുട്ട് തോന്നിയാ? ആരും ചോദിക്കില്ലടാ. അടുത്തതിലേക്ക് പോവാം. നോക്കൂ, അടുത്തത് എന്താണ്? ജോമെട്രിക്കൽ ലെങ്ത് ആൻഡ് മാഗ്നറ്റിക് ലെങ്ത്. നമുക്ക് മാഗ്നറ്റിന് അറിയാം, 1ാം ക്ലാസ് വെച്ചാൽ നമ്മൾ മാഗ്നറ്റ് എന്ന് പറയുന്നത് അഡിക്ഷൻ ആയിരുന്നു, അഡിക്റ്റഡ് ടു മാഗ്നറ്റിസം അല്ലേ. അപ്പോൾ നമ്മുടെ ഒരു മാഗ്നറ്റ് ഞാൻ വരയ്ക്കാം. ഇവിടെ ഞാനൊരു മാഗ്നറ്റ് എടുത്തു. ഓക്കെ, ഇപ്പൊ ഇതൊരു ബാർ മാഗ്നറ്റ് ആണ്. ഓക്കെ, ഈ മാഗ്നറ്റിന് 2 എൻഡ് ഉണ്ടല്ലേ മക്കളെ, ഇതൊരു എൻഡ് അല്ലേ. ഈ 2 എൻഡും തമ്മിലുള്ള ഈ ദൂരത്തിനെ ഞാൻ പറയുന്ന പേരാണ് ജോമെട്രിക്കൽ ലെങ്ത്. എന്താ പറയുക? ജോമെട്രിക്കൽ ലെങ്ത്. ഞാൻ മെഷർ ചെയ്തപ്പോൾ കിട്ടിയ ലെങ്ത്. ഓക്കെ, ഇനി അടുത്തത്, ഈ മാഗ്നറ്റിന് പോളുണ്ടെന്നറിയാമല്ലോ. ഒരെൻ്റെ നോർത്ത് പോളും മറ്റേ എൻ്റെ സൗത്ത് പോളും ആണ്. പക്ഷേ ഈ നോർത്തും സൗത്തും ഇരിക്കുന്നത് എക്സാക്ട്ലി എൻഡിലല്ല, ഓർത്ത് വെച്ചോണം, ശകല അകത്തോട്ടാണ്. ഇപ്പം നോർത്ത് ഇവിടെ ഇരിക്കുന്നു, സൗത്ത് ഇവിടെ ഇരിക്കുന്നു. അപ്പോൾ ഷാർപ്പ് എൻഡിലല്ല. ഈ നോർത്തും സൗത്തും തമ്മിലുള്ള ഈ ദൂരത്തിനെ നമ്മൾ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ലെങ്ത്. അപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാഗ്നറ്റിക് ലെങ്ത് ആൻഡ് ജോമെട്രിക്കൽ ലെങ്ത്? പറയൂ. So I am giving you a bar magnet. How many ends are there? 2 ends are there. Okay, the distance between the 2 ends is called geometrical length. Okay, then actually the poles are situated slightly inverse. The distance between the poles is called magnetic length. ഇതിലേതാ ചെറുത്? മാഗ്നറ്റിക് ലെങ്ത് ചെറുതാണ്. മാഗ്നറ്റിക് ലെങ്ത് ഡിവൈഡഡ് ബൈ ജോമെട്രിക്കൽ ലെങ്ത് എടുത്താൽ അപ്രോക്സിമേറ്റ്ലി 0.84 എന്ന് കിട്ടും. എത്ര എന്ന് കിട്ടും? 0.84. ഓർത്ത് വെച്ചോണം. സി, എന്താണ് magnetic length divided by geometrical length എടുത്താൽ you will get approximately 0.84. എന്തെങ്കിലും ബുദ്ധിമുട്ട് ആർക്കെങ്കിലും തോന്നിയോ? എന്താണ്? See, this is a bar magnet. How many ends are there? 2 ends are there. The distance between these 2 ends is called
വാട്ട് ജോമെട്രിക്കൽ ലെങ്ത്. ആരും ചോദിക്കില്ല. ഇനി അടുത്ത് ദ പോൾസ് ആർ ലൊക്കേറ്റഡ് സ്ലൈറ്റ്ലി ഇൻവേഴ്സ്. ഓക്കെ, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു പോയിന്റ്സ് ഈസ് കോൾഡ് മാഗ്നറ്റിക് ലെങ്ത്. സോ മാഗ്നറ്റിക് ലെങ്ത് ഈസ് ലെസ് ദാൻ geometrical length. So magnetic length divided by geometrical length will be approximately equal to 0.84. Keep in mind. അടുത്തലേക്ക് പോകാലോ. ഇനി അടുത്തത് നോക്കൂ, എന്താണ് കൂളോംസ് ലോ. ഇതൊന്നും ആരും ചോദിക്കില്ല. നോക്ക്, കൂളോംസ് ലോ. ഞാൻ രണ്ട് പോളിനെ കൊണ്ടുവയ്ക്കുന്നു. ആ രണ്ട് പോള് ചിലപ്പോൾ അട്രാക്ട് ചെയ്യും, ചിലപ്പോൾ റിപ്പൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാ രണ്ട് പോളിനെ ഞാൻ കൊണ്ടുവയ്ക്കുകയാണ്. ഇപ്പോൾ ഒരെണ്ണം നോർത്ത് പോളായിരിക്കും, ചിലപ്പോൾ ഒരെണ്ണം സൗത്ത് പോളായിരിക്കും. കൊണ്ടുവച്ചോട്ടെ, നിങ്ങൾ പറഞ്ഞാലേ ഞാൻ കൊണ്ടുവയ്ക്കട്ടെ, കൊണ്ടുവയ്ക്കാം. അപ്പോൾ ദാ രണ്ട് പോളിനെ ഞാൻ കൊണ്ടുവയ്ക്കുന്നു. ദാ ആദ്യത്തെ പോളിന്, ഈ പോളിന് ഒന്ന് നോർത്ത് പോളും ഒന്ന് സൗത്ത് പോളും ആവാം, അല്ലെങ്കിൽ രണ്ട് സൗത്ത് പോളാവാം, എന്ത് വേണം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വെച്ചോ. അപ്പോൾ രണ്ട് പോളിനും പോൾ സ്ട്രെങ്ത് ഉണ്ടാവും. എന്തുണ്ടാവും? പോൾ സ്ട്രെങ്ത്. അപ്പോൾ ദാ ഞാനിവിടെ രണ്ട് പോൾ വയ്ക്കുന്നു. ഇത് നോർത്ത് പോൾ, ഇത് സൗത്ത് പോൾ. ഓക്കെ, ഈ നോർത്ത് പോളിനും സൗത്ത് പോളിനും എന്ത് കാണും? പോൾ സ്ട്രെങ്ത് കാണും. എന്ത് കാണും മക്കളെ? പോൾ സ്ട്രെങ്ത് കാണും. പോൾ സ്ട്രെങ്ത്. ഓക്കെ, പോൾ സ്ട്രെങ്തിനെ നമ്മൾ QM എന്ന് പറയുന്ന ലെറ്റർ വെച്ചാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. QM കണ്ടോ? ഇതിനെ പോൾ സ്ട്രെങ്തിനെ നമ്മൾ മാഗ്നറ്റിക് ചാർജ് എന്ന് പറയും. ഓർത്ത് വെച്ചോണം. സോ വിച്ച് ടേം ഈസ് റെപ്രസെന്റഡ് ആസ് മാഗ്നറ്റിക് ചാർജ്? പോൾ സ്ട്രെങ്ത്. കീപ് ഇൻ മൈൻഡ്, പോൾ സ്ട്രെങ്ത് ഈസ് നോൺ ബൈ ദ നെയിം മാഗ്നറ്റിക് ചാർജ്. കീപ് ഇൻ മൈൻഡ്. പോൾ സ്ട്രെങ്ത് റെപ്രസെന്റേഷൻ QM. ഇനി ആദ്യത്തെ പോളിന്റെ പോൾ സ്ട്രെങ്തിനെ ഞാൻ QM1 എന്ന് വിളിക്കുന്നു. ഇവൻ്റെത് QM2 എന്നാണ്. ഓക്കെ, ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസിനെ ഞാൻ D എന്ന് വിളിക്കുന്നു. അപ്പൊ ഇവർ തമ്മിലൊരു ഫോഴ്സ് കാണുമല്ലോ. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ആണ് എന്താണ്? പോൾ സ്ട്രെങ്ത് പ്രോഡക്റ്റിന്. അതായത് QM1 ഇൻറ്റു QM2 and inversely proportional to square of distance between them. കണ്ടോ? ഇത് എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? കൂളോംസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. പറയൂ, ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ചാർജസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം എന്നല്ലേ ഞാൻ പഠിപ്പിച്ചത്. അത് തന്നെയല്ലേ ഇവിടെ ചാർജിന് പകരം മാഗ്നറ്റിക് ചാർജസ്. മാഗ്നറ്റിക് ചാർജസ് എന്ന് പറയുന്നത് എന്താണ്? പോൾ സ്ട്രെങ്ത് ആണ്. എന്താണ്? പോൾ സ്ട്രെങ്ത്. എത്ര പോളുണ്ട്? രണ്ട് പോളുണ്ട്. ഒരെണ്ണം നോർത്തും ഒരെണ്ണം സൗത്തും ആയിക്കോട്ടെ. ആദ്യത്തെ പോൾ സ്ട്രെങ്ത് QM1, രണ്ടാമത്തേണ്ടത് QM2. ഇത് രണ്ടും തമ്മിലുള്ള ദൂരം D ആണ്. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ഈ രണ്ടുപേരും തമ്മിലൊരു ഫോഴ്സ് ഉണ്ട്. ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് of pole strength and inversely proportional to square of distance between them. അപ്പോൾ F proportional to QM1 QM2 divided by D square എന്നാണ്. അപ്പോൾ F is equal to, ഇവിടെ ഒരു കോൺസ്റ്റന്റ് ഇടാം. ഇവിടെ ഉപയോഗിക്കുന്ന കോൺസ്റ്റന്റ് ആണ് μ0/4π. എന്താണ്? μ0/4π. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള സാധനം. ബാക്കി QM1 QM2 divided by D square. ഈ ലോയെ വിളിക്കുന്ന പേരാണ് കൂളോംസ് ലോ ഇൻ magnetism. So can you state Coulomb's law in magnetism? ആരും ചോദിക്കില്ല. പറയൂ, the force between two magnetic poles is directly proportional to product of their pole strength and inversely proportional to square of distance between them. So mathematically, say before that, tell me how many poles you have? 2. See, what are the pole strengths? QM1 and QM2. What is the distance between them? D. Then F proportional to QM1 into QM2 and inversely proportional to D square. So mathematically, F proportional to QM1 QM2 divided by D square is equal to a constant μ0/4π into the same. So we are getting the equation. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഇനി what is μ0? എന്താണ് നിങ്ങളുടെ μ0? μ0 നിങ്ങൾക്ക് പരിചയമുള്ളവനാണ്. ആരാണ് μ0? പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അതിന്റെ വാല്യൂ എത്ര? 4π into 10⁻⁻⁷ ന്യൂട്ടൺ പെർ ആംപിയർ സ്ക്വയർ. ഞാൻ പഠിപ്പിച്ചാലേ? വേറെ യൂണിറ്റ് പറ. ടെസ്ല മീറ്റർ പെർ ആംപിയർ. വേറെ യൂണിറ്റ് പറയും. ഹെൻറി പെർ മീറ്റർ. വേറെ യൂണിറ്റ് എന്താണ്? ഹെൻറി പെർ മീറ്റർ. ഓക്കെ, അപ്പൊ ഇത്രയാണ്. അപ്പൊ 3 യൂണിറ്റ് ഉണ്ട്. എല്ലാ യൂണിറ്റും പഠിച്ചോണേ. അപ്പൊ ഏതൊക്കെയാണ്? μ0യുടെ വാല്യൂ പറ. 4π into 10⁻⁻⁷ ന്യൂട്ടൺ പെർ ആംപിയർ സ്ക്വയർ. വേറെ യൂണിറ്റ് ടെസ്ല മീറ്റർ പെർ ആംപിയർ. അടുത്ത ഏതാണ്? ഹെൻറി പെർ മീറ്റർ. ഹെൻറി ഇഷ്ടമല്ലേ? ഹെൻറി ഇഷ്ടമല്ല? നോക്ക്, ഹെൻറി ഇഷ്ടപ്പെട്ടേ പറ്റൂ. പറയൂ. സോ μ0യുടെ വാല്യൂ പറയൂ. 4π into 10⁻⁻⁷ ന്യൂട്ടൺ പെർ ആംപിയർ സ്ക്വയർ ഓർ ടെസ്ല മീറ്റർ പെർ ആംപിയർ ഓർ ഹെൻറി പെർ മീറ്റർ. കൊളാക്കൂടെ? അടുത്തതിലേക്ക് പോട്ടെ. ഇനി അടുത്തെന്താണ്? നമ്മുടെ ഇവിടെ ഈ രണ്ട് പോൾ ഇരിപ്പുണ്ടല്ലേ?
ഈ രണ്ട് പോളിൻ്റെയും പോൾ സ്ട്രെങ്തിൻ്റെ വാല്യൂ 1 ആണെന്നിരിക്കട്ടെ, ഈ രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് 1 ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എഫിൻ്റെ ആൻസർ എന്ത് വരും മക്കളെ? എഫിൻ്റെ ആൻസർ പറ. μ0/4π ഇതെല്ലാം 1. അപ്പോൾ ഇന്ന് മാത്രം വരും. അപ്പോൾ സീക്വൽ ടു μ0യുടെ വാല്യൂ 4π × 10⁻⁻⁷ എന്നാണ്, ഡിവൈഡഡ് ബൈ 4π എന്ന് വരും. വെട്ടിപ്പോകുമ്പോൾ 10⁻⁻⁷ എന്ന് ന്യൂട്ടൺ എന്ന് കിട്ടൂലേ? അന്തം വിട്ടിരിക്കുകയാണ്. എന്താണ് സാധനം പറ. ഒരു പിണ്ണാക്കും ഞാൻ ഇപ്പം പറഞ്ഞില്ല. എന്താണ് നോക്ക്, എന്താണ് സാധനം ഞാൻ പറഞ്ഞത്? നമ്മുടെ ഇവിടെ ഇതാ ഞാനിവിടെ രണ്ട് മാഗ്നറ്റിക് പോൾസ് വെച്ചിരിക്കുകയാണ്. ഏതൊക്കെയാണ്? QM1 നമ്മുടെ പോൾസ് ഏതൊക്കെയാ നോക്ക്. പോളിൻ്റെ സ്ട്രെങ്ത് പറ. QM1 QM2. ഓക്കെ, ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര? D ആണ്. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഫോഴ്സിന്റെ ആൻസർ പറ. F is equal to ഇക്വേഷൻ പറഞ്ഞാൽ മതി. μ0/4π QM1 QM2 ഡിവൈഡഡ് ബൈ d² എന്നാണല്ലോ. ഇഫ് QM1 equal to QM2 equal to 1 and D is also 1, D 1 ആണെങ്കിൽ what is the answer of F? Fന്റെ ആൻസർ എത്ര വരും? അതെല്ലാം 1 ആണ്. എത്ര വരും? അപ്പം μ0/4π എന്ന് വരും. ഓക്കെ, സീക്വൽ ടു μ0യുടെ വാല്യൂ 4π × 10⁻⁻⁷ ആണ്, ഡിവൈഡഡ് ബൈ 4π. അപ്പം ആൻസർ 10⁻⁷ ന്യൂട്ടൺ എന്ന് വരില്ലേ? അപ്പം എന്താണ്? രണ്ട് പോൾസ് ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഏതൊക്കെയാണ്? രണ്ടിൻ്റെയും പോൾ സ്ട്രെങ്ത് 1 ആണ്. രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസും 1 ആണെങ്കിൽ ഇവർ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് 10⁻⁻⁷ ന്യൂട്ടൺ ആയിരിക്കും. ചുമ്മാ പറ്റിക്കാൻ വേണ്ടി ചുമ്മാ പറഞ്ഞത്, ഒന്നും ആരും ചോദിക്കില്ല. See, I am giving you how many poles? 2 poles. What are their pole strengths? 1. Then distance between them 1. Then what is the force between them? Force will be how much? 10⁻⁷ Newton. Keep in mind. So that's all about which law? Coulomb's law in magnetism. So how many poles you have? 2 poles. See, what are their pole strengths? QM1 and QM2. What is the distance between them? D. The force can be calculated using the formula F is equal to μ0/4π QM1 QM2 divided by d². If QM1 equal to QM2 equal to 1 and D is also 1, what will be the answer of F? F is equal to 10⁻⁷ Newton. So I am giving you 2 unit poles separated by unit distance. What is the force between them? Force between them is equal to dash Newton. Answer 10⁻⁷ Newton. ബുദ്ധിമുട്ടുണ്ടോ? Pole strength is otherwise known as dash magnetic charge. What is the general representation of pole strength? QM. Is it clear? നമുക്ക് അടുത്തേക്ക് കൂടെ അടുത്ത് നോ എന്താണ് മാഗ്നറ്റിക് ഡൈപോൾ ആൻഡ് ഡൈപോൾ മൊമെന്റ്. നല്ല സംഗതിയാണ്, നല്ല എളുപ്പമുള്ള സംഗതിയാണ്. നമുക്ക് ഡൈപോളിനെ അറിഞ്ഞൂടെ? ഇലക്ട്രിക് ഡൈപോളിനെ അറിഞ്ഞൂടെ? ആരാണ് ഇലക്ട്രിക് ഡൈപോൾ? 2 ചാർജ് ഇരിക്കുന്നു, അത് തമ്മിലൊരു സെപ്പറേഷനും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സെറ്റപ്പിനെ നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞു. അതുപോലെ 2 മാഗ്നറ്റിക് പോൾസ് ഇരിക്കുന്നു, ഇത് തമ്മിലൊരു ദൂരമുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് എന്തെന്ന് പറയാം? മാഗ്നറ്റിക് ഡൈപോൾ എന്ന് പറയാം. ആരും ചോദിക്കില്ല. അപ്പം എന്താണ്? 2 മാഗ്നറ്റിക് പോൾസ് സെപ്പറേറ്റഡ് ബൈ സം ഡിസ്റ്റൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് മാഗ്നറ്റിക് ഡൈപോൾ. ഇനി ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ച സമയത്ത് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് നമ്മൾ പഠിച്ചു അല്ലേ? ഡൈപോൾ മൊമെന്റിന്റെ ലെറ്റർ ഏതായിരുന്നു മക്കളെ? പി അല്ലേ? ഡൈപോൾ മൊമെന്റ് കാണാൻ നിങ്ങൾ എന്താ ചെയ്തേ? മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ഓഫ് ദ ചാർജസ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം അല്ലേ നിങ്ങൾ എടുത്തത്? അതാണ് എന്തോന്ന്? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ആണല്ലോ. അതുപോലെ ഞാൻ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ പോവാണ്. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിന്റെ ലെറ്റർ എം എന്നാണ്. ഇനി നമ്മൾ ഈ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്നാണ് ഇതിന്റെ ഒറിജിനൽ പേര്. നമ്മൾ മൊമെന്റ് എന്ന് പറയും. എന്തെന്ന് പറയും? മൊമെന്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ എന്താണ്? അപ്പൊ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്നാണ് ഇതിന്റെ പേര്. നമ്മൾ തന്നെ വെറുതെ മൊമെന്റ് എന്ന് പറയും. അപ്പൊ എം എന്നാണ് എന്റെ ലെറ്റർ. അപ്പൊ പിക്ക് പകരം എം എന്നാണ്. അപ്പൊ എം കാണാൻ എന്ത് ചെയ്യും? ഇതാ ചാർജിന് പകരം മാഗ്നറ്റിക് ചാർജ് എഴുതണം. മാഗ്നറ്റിക് ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മളെ പോൾ സ്ട്രെങ്ത്. പോൾ സ്ട്രെങ്തിന്റെ ലെറ്റർ ഏതാ? QM ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോൾസ് നമ്മൾ 2L എന്നാണ് എടുക്കുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾസിന്റെ റെപ്രസെന്റേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ചാർജസ് നമ്മൾ എന്താ എടുത്തത്? 2A.
ഇവിടെ 2L എന്ന് എടുക്കുന്നു. പ്രയാസമല്ലെന്ന് തോന്നിയോ? അപ്പോൾ എന്തൊക്കെയാണ്? സി വാട്ട് ഈസ് ഡൈപോൾ, വാട്ട് ഈസ് മാഗ്നറ്റിക് ഡൈപോൾ? two poles, one north and south, separated by some distance. That is what? Magnetic dipole. Dipole moment is represented by the letter M. It is the product of what? Pole strength and the distance between poles. Pole strength is represented by the letter QM. Distance between poles by the letter 2L. പ്രയാസമുണ്ടോ? ഇനി അടുത്ത ഇതിൻ്റെ യൂണിറ്റ് വേണം. എമ്മിൻ്റെ യൂണിറ്റ്. എം കാണാൻ നേരത്തെ ഒരു ഇക്വേഷൻ പഠിപ്പിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? എം കാണാനുള്ള ഇക്വേഷൻ എന്താ നേരത്തെ ഞാൻ പഠിപ്പിച്ചത്? എന്താണ് പറയൂ? അയ്യേ, ഇക്വേഷൻ അറിയില്ല. ഇക്വേഷൻ എന്താണ്? അയ്യേ എന്താണ് ഇക്വേഷൻ അറിയില്ല? ഇക്വേഷൻ എന്താണ്? അയ്യേ എന്നാണ് ഇക്വേഷൻ. മറന്നുപോയാ? എം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? അയ്യേ. അപ്പോൾ എമ്മിൻ്റെ യൂണിറ്റ്, കറണ്ടിൻ്റെ യൂണിറ്റ് എന്താ മക്കളെ? ആംബിയർ. അപ്പം ആംബിയർ. അടുത്ത ഏരിയയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ. അപ്പോൾ ആംബിയർ മീറ്റർ സ്ക്വയർ ആണ് ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ്. അപ്പം മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ് പറ, ആംബിയർ മീറ്റർ സ്ക്വയർ. അപ്പം AM സ്ക്വയർ എന്ന് നമ്മൾ എഴുതും. കുഴപ്പമൊന്നുമില്ലല്ലോ, പ്രയാസമില്ലെന്ന് തോന്നിയാൽ പണ്ടേ അറിയാന്നുള്ള കേസ്. എന്താണ് എം കാണാനുള്ള ഇക്വേഷൻ? എന്താ എം കാണാൻ? നമ്മൾ പുതിയ ഇക്വേഷൻ ഇപ്പോൾ പഠിച്ചു. എന്താണ്? പോൾ സ്ട്രെങ്ത് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾസ്. ഇപ്പോൾ പഠിച്ച ഇക്വേഷൻ. പണ്ട് പഠിച്ച ഇക്വേഷൻ എന്താണ്? M = IA. അതിൽ നിന്ന് നമുക്ക് യൂണിറ്റ് എഴുതാം. എന്താണ്? M = IA. കറണ്ടിൻ്റെ യൂണിറ്റ് ആംബിയർ, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. അപ്പോൾ ആംബിയർ മീറ്റർ സ്ക്വയർ. ഇതാണ് എന്ത്? ഡൈപോൾ മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ്. ഇനി ഞാൻ വേറൊരു സംഭവം ഞാൻ പറയാം. നിങ്ങളെ നോക്കൂ, ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കമ്പി എടുത്ത് മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്ത് വെച്ചാൽ എന്ത് ചെയ്യും? പറ. ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കമ്പി എടുത്ത് മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്ത് വെച്ചാൽ എന്ത് ചെയ്യും? ഒന്നും പറയുന്നില്ലേ? കമ്പി അവിടെ കിടന്ന് തലകുത്തി കളിക്കും. നോക്ക്, തലകുത്തനെ ചാടുമെന്ന്. ആണോ? ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കമ്പി എടുത്ത് മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്ത് വെച്ചാൽ എന്ത് ചെയ്യും സച്ചിൻ? സച്ചിൻ സെഞ്ചുറി അടിക്കും. നോക്കൂ, സച്ചിൻ കണ്ണുതള്ളിയിരിക്കുന്നു. എന്താണ്? കറണ്ട് ക്യാരി ചെയ്യുന്ന കമ്പിയെ മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്ത് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് കമ്പിയിൽ ഒരു തള്ളു കൊടുക്കും. ശരിയല്ലേ? ആ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് ഞാൻ പഠിപ്പിച്ചത്? F = ILB sin θ എന്നാണ് ഞാൻ പഠിപ്പിച്ചത്. F = ILB sin θ. പരിചയമില്ലാത്തവരുണ്ടോ ഈ ഇക്വേഷനെ? ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കമ്പിയെ എടുത്ത് മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്തോട്ട് കയറ്റി വെച്ച് കൊടുത്താൽ മാഗ്നറ്റിക് ഫീൽഡ് ആ കമ്പിയിൽ ഒരൊറ്റ തള്ളു കൊടുക്കും. ആ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ILB sin θ. ഇതിനകത്ത് യൂണിറ്റ് ഇല്ലാത്തവന്മാരാരാണ്? സൈൻ തീറ്റ എന്ന് പറയുന്ന ഒരു ട്രിഗണോമെട്രിക് റേഷ്യോ അല്ലേ? അതിന് യൂണിറ്റ് കാണോ? കുന്തം കാണും. നോക്കൂ, യൂണിറ്റ് ആണോ? ഇല്ല, ഒരു പുണ്ണാക്കും കാണൂല. സൈൻ തീറ്റ ഇതാണ്. സൈൻ = ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ? അപ്പോൾ അതിന് എന്ത് കാണില്ല? യൂണിറ്റ് ഒന്നും കാണൂല. അപ്പോൾ സൈൻ തീറ്റയ്ക്ക് യൂണിറ്റ് ഇല്ല. അപ്പോൾ അവനെ മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ ഇതിനകത്തുനിന്ന് എനിക്ക് വേണ്ടത് I ആണ്. I എങ്ങനെ കാണും? I കാണാനുള്ള ഇക്വേഷൻ പറ. LB സൈൻ തീറ്റ എന്നാണ്. ഓക്കെ, ഇനി ഇതിന്റെ യൂണിറ്റ് ഞാൻ ഇടാൻ പോവാണ്. നോക്കൂ, ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ ലെങ്തിൻ്റെത് മീറ്റർ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെത് ടെസ്ല. അപ്പം എനിക്ക് പുതിയൊരു യൂണിറ്റാണ് കിട്ടിയിരിക്കുന്നത്. കറണ്ടിന്റെ പുതിയൊരു യൂണിറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. കറണ്ടിന്റെ പുതിയ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ പെർ ടെസ്ല മീറ്റർ. ഒരിക്കലും കാണാത്ത കറണ്ടിന്റെ യൂണിറ്റ് ഏതാണ്? കറണ്ടിന്റെ യൂണിറ്റ് ആംബിയർ ആണ്. ഇപ്പൊ ഞാൻ ഒരു പുതിയ യൂണിറ്റ് കണ്ടുപിടിച്ചു. അതെങ്ങനെയെന്നാണ് പറഞ്ഞത്? കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു കമ്പി എടുത്ത് മാഗ്നറ്റിക് ഫീൽഡിന്റെ അകത്ത് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് അതിന്റെ പുറത്ത് ഒരു ഫോഴ്സ് കൊടുക്കും. ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? F = ILB sin θ എന്നാണ്. ഇതിനകത്ത് നിന്ന് I എങ്ങനെ കണ്ടുപിടിക്കും? I = F/LB sin θ എന്നാണ്. ഇതിനകത്ത് യൂണിറ്റ് ഇട്ട് കൊടുക്കുന്നു. ഫോഴ്സിൻ്റെത് ന്യൂട്ടൺ, ലെങ്തിൻ്റെത് മീറ്റർ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെത് ടെസ്ല. സൈൻ തീറ്റ ഒരു ട്രിഗണോമെട്രിക് റേഷ്യോ ആയതുകൊണ്ട് അതിന് യൂണിറ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ കറണ്ടിന്റെ യൂണിറ്റ് ആണ് ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. കറണ്ടിന്റെ പുതിയ യൂണിറ്റ് ആണ് ഇതായിരിക്കുന്നത്, ന്യൂട്ടൺ പെർ മീറ്റർ ടെസ്ല. ഓക്കെ, അപ്പം ഞാൻ ഇതിനകത്ത് M കാണാനുള്ള ഇക്വേഷൻ ഞാൻ ഒന്ന് മോഡിഫൈ ചെയ്യാൻ പോവാണ്. നിങ്ങൾ നോക്കണം. M കാണാനുള്ള ഇക്വേഷൻ ഞാൻ ഒന്ന് മോഡിഫൈ ആണ്. അപ്പം M = കറണ്ടിന്റെ യൂണിറ്റ് എന്താണ്? കറണ്ട് ആംബിയറിന് പകരം ഞാൻ എന്തെഴുതാം? ന്യൂട്ടൺ പെർ മീറ്റർ ടെസ്ല. ഓക്കെ, ഇൻറ്റു ഏരിയയുടെ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ. ഓരോ മീറ്റർ കട്ടായി എനിക്ക് കിട്ടിയത് ന്യൂട്ടൺ മീറ്റർ പെർ ടെസ്ല എന്നാണ്. പേടിച്ചോ? അപ്പോൾ M കാണാനുള്ള എമ്മിന്റെ പുതിയ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ മീറ്റർ പെർ ടെസ്ല. ന്യൂട്ടൺ മീറ്റർ അല്ലേ ജൂള്?
ന്യൂട്ടൺ മീറ്റർ അല്ലേ ജൂള്? കുറെ കാലം കൊണ്ട് പഠിക്കുകയാണ്. ന്യൂട്ടൺ മീറ്റർ. ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ്, മീറ്റർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വർക്കല്ലേ? അത് ജൂളല്ലേ? എന്തോന്നൊരു കണ്ണും തള്ളിയിരിക്കുന്നേ. നോക്ക്, ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്, മീറ്റർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വർക്കാണ്, വർക്ക് എന്ന് പറഞ്ഞാൽ ജൂളാണ്. അപ്പോൾ ഇതിന് പകരം ജൂൾ എന്ന് എഴുതാം ബൈ ടെസ്ല. അപ്പം ഞാനിവിടെ കുറേ യൂണിറ്റ് ഉണ്ടാക്കി കളിച്ച കഥകളാണ് ഇപ്പം കണ്ടത്. നിങ്ങൾ കണ്ടോ വല്ലതും? അപ്പം എന്താണ് ഞാനിപ്പോൾ കാണിച്ച കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ പറയാം. നോക്ക് എന്താണ് സംഗതി. നോക്കൂ എന്താണ്, ഞാനിവിടെ യൂണിറ്റ് ഒപ്പിക്കുകയായിരുന്നു. എന്തിൻ്റെ? എമ്മിൻ്റെ. സമാധാനമായിട്ട് പറയണം. എം കാണാനുള്ള നിങ്ങൾക്കറിയാവുന്ന ഇക്വേഷൻ എനിക്ക് പറഞ്ഞാൽ, എം കാണാനുള്ള ഇക്വേഷൻ പറയാം. അയ്യേ അയ്യേ അയ്യേ, അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. ഇനി കറണ്ടിന്റെ യൂണിറ്റ് എന്താണ്? ആംബിയർ. ആംബിയർ. ഇനി അടുത്ത ഏരിയയുടെ എന്താണ്? മീറ്റർ സ്ക്വയർ. അപ്പൊ ഇത്രയും ആർക്കെങ്കിലും മനസ്സിലാവായിക്കൊണ്ടോ? അപ്പൊ എമ്മിന്റെ യൂണിറ്റ് എന്താണ്? മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ് ഏതാണ്? ആംബിയർ മീറ്റർ സ്ക്വയർ. ഒരു കുഴപ്പമില്ല. ഇനി ഞാനിപ്പോ വേറെ കാര്യങ്ങൾ പറഞ്ഞതാണ്. എഫ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ILB സൈൻ തീറ്റ. ILB സൈൻ തീറ്റ. ഈ ഇക്വേഷന്റെ അകത്തുനിന്ന് ഞാൻ ഐ കണ്ടുപിടിക്കുന്നു, കറണ്ട് കണ്ടുപിടിക്കുന്നു. I is equal to F by LB സൈൻ തീറ്റ എന്നാണ്. ഇത് മനസ്സിലാവാത്തവരാരുമില്ല. ഇനി കറണ്ടിന്റെ യൂണിറ്റ് ഞാൻ അവിടെ എഴുതാം. കറണ്ട് എന്താണ്? ആംബിയർ ആണ്. അപ്പൊ ആംബിയർ ഈസ് ഈക്വൽ ടു ഫോഴ്സിന്റെ യൂണിറ്റ് എഴുതാം ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ ലെങ്തിൻ്റെത് മീറ്റർ, ക്യാപിറ്റൽ ബി മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തിൻ്റെത് ടെസ്ല. ഇനി സൈൻ തീറ്റ ഒരു ട്രിഗണോമെട്രിക് റേഷ്യോ ആണ്, അതിൽ യൂണിറ്റ് ഇല്ല. അപ്പൊ ആംബിയറിന് വേറെ ഇനി എനിക്ക് എന്തെന്ന് എഴുതാം? ന്യൂട്ടൺ പെർ മീറ്റർ ടെസ്ല എന്ന് എഴുതാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എം ഈസ് ഈക്വൽ ടു എന്ത് വരും? ആംബിയറിന് പകരം ന്യൂട്ടൺ പെർ മീറ്റർ ടെസ്ല. ഓക്കെ, ഇനി മീറ്റർ സ്ക്വയർ അതുപോലെ എഴുതി. അപ്പോൾ ഓരോ മീറ്റർ കട്ടായി ആൻസർ കിട്ടി ന്യൂട്ടൺ മീറ്റർ പെർ ടെസ്ല. ന്യൂട്ടൺ മീറ്റർ പെർ ടെസ്ല. ന്യൂട്ടൺ മീറ്ററിന് വേറൊരു പേരുണ്ട്, എന്താണ്? ജൂൾ. അപ്പൊ ജൂൾ പെർ ടെസ്ല. അപ്പോ നമ്മളിവിടെ കുറെ യൂണിറ്റുകളാണ് ഇവിടെ കണ്ടുപിടിച്ചത്. പറഞ്ഞു, ഇതൊരു യൂണിറ്റ്, ഇതൊരു യൂണിറ്റ്, ഇതൊരു യൂണിറ്റ്. ഇത് മൂന്നും ആരുടെ യൂണിറ്റ് ആണ്? മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ് ആണ്. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ് ആണ്. ഇപ്പൊ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിന് ഇപ്പൊ 3 യൂണിറ്റ് ഞാൻ പഠിപ്പിച്ചു. അതൊക്കെയാണ് ആംബിയർ മീറ്റർ സ്ക്വയർ. അത് മറക്കേണ്ട കാര്യമില്ല. ആംബിയർ മീറ്റർ സ്ക്വയർ. അടുത്ത യൂണിറ്റ് ഏതാണ്? ജൂൾ പെർ ടെസ്ല. അടുത്തത് ന്യൂട്ടൺ മീറ്റർ പെർ ടെസ്ല. ബുദ്ധിമുട്ടുണ്ടോ? ന്യൂട്ടൺ മീറ്ററിന്റെ വേറൊരു പേരാണ് ജൂൾ. അപ്പോൾ 2 എണ്ണം പഠിച്ചാൽ മതി. അപ്പൊ ഏതൊക്കെയാണ്? ആംബിയർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ജൂൾ പെർ ടെസ്ല. ഇനി ഞാൻ ചോദിക്കുന്നതിൻ്റെ ആൻസർ പറയണം, നിങ്ങൾ പറയണം. നോക്കൂ, എം കാണാനുള്ള ഇക്വേഷൻ എന്താ മക്കളെ? എം എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോൾ സ്ട്രെങ്ത് ഇൻറ്റു ഡിസ്റ്റൻസ് എന്നല്ലേ? പോൾ സ്ട്രെങ്ത് ഇൻറ്റു ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസിന്റെ റെപ്രസെന്റേഷൻ അല്ലേ 12 ആണ്. ഡിസ്റ്റൻസിന്റെ റെപ്രസെന്റേഷൻ ആണ് 12. അപ്പോഴേ എനിക്കിതാ ഈ സാധനത്തിന്റെ യൂണിറ്റ് വേണം. ഇവന്റെ യൂണിറ്റ് എന്താണ്? പറ, നിങ്ങൾ തന്നെ പറയൂ. ക്യു എമ്മിന്റെ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കും? വാട്ട് ഈസ് ക്യു എം? പറ, പെട്ടെന്ന് പറ. എം ബൈ ഡിസ്റ്റൻസ് എന്നല്ലേ? അപ്പൊ എം ബൈ ഡിസ്റ്റൻസ് ആണോ? അപ്പൊ എം ബൈ ഡിസ്റ്റൻസ്. ഇനി ക്യു എമ്മിന്റെ ആൻസർ ഞാൻ കണ്ടുപിടിക്കാൻ പോകണം. അപ്പൊ ക്യു എം ഈക്വൽ ടു, സമാധാനമായിട്ട് പറയണം, എമ്മിന്റെ യൂണിറ്റുകൾ ഓരോന്നായിട്ട് പറ. എമ്മിന്റെ യൂണിറ്റുകൾ പെട്ടെന്ന് പറ. ആംബിയർ മീറ്റർ സ്ക്വയർ എഴുതാം ആദ്യം. അല്ലെങ്കിൽ ഏതെഴുതാം? ജൂൾ പെർ ടെസ്ല എഴുതാം. ഓക്കെ, അതും അല്ലെങ്കിൽ ഏതെഴുതാം? ന്യൂട്ടൺ മീറ്റർ പെർ ടെസ്ല എഴുതാം. ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ്, ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ്, ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ്, ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ്. ഞാൻ ചെയ്ത പണി കണ്ടോ? ഇനി എല്ലാത്തിലും മീറ്റർ കട്ടായി പോയി. അപ്പൊ ആദ്യത്തെ യൂണിറ്റ് കിട്ടി, എന്താണ്? ആംബിയർ മീറ്റർ. ഓക്കെ, ഇനി ഇവിടെ കിട്ടിയ യൂണിറ്റ് ഏതാണ്? ജൂൾ പെർ ടെസ്ല മീറ്റർ. ഒരു വേറൊരു യൂണിറ്റ് കണ്ടോ? ഇനി അടുത്ത മീറ്റർ കട്ടായി ന്യൂട്ടൺ പെർ ടെസ്ല. ഇതെല്ലാം ആരുടെ യൂണിറ്റ് ആണ്? പോൾ സ്ട്രെങ്തിന്റെ യൂണിറ്റ് ആണ്. ഇപ്പൊ ഞാൻ കണ്ടുപിടിച്ചത് ആരുടെ യൂണിറ്റ് ആണ്? പോൾ സ്ട്രെങ്തിന്റെ യൂണിറ്റ് ആണ്. ഇതിന്റെ യൂണിറ്റ് ആണ് കണ്ടുപിടിച്ചത്, പോൾ സ്ട്രെങ്ത്. ഇതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ഓക്കെ, അപ്പൊ പോൾ സ്ട്രെങ്തിന്റെ യൂണിറ്റ് പറ. ആംബിയർ മീറ്റർ ഒരു യൂണിറ്റ് ആണ്, ജൂൾ പെർ ടെസ്ല മീറ്റർ വേറെ യൂണിറ്റ് ആണ്, ന്യൂട്ടൺ പെർ ടെസ്ല വേറെ യൂണിറ്റ് ആണ്. അപ്പൊ ഞാൻ അതൊന്നും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കൂ, എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടെ പറയുകയാണ്. നോക്കിയിരിക്കണം. ദാ
ഒന്നും കൂടെ. നോക്കിക്കോണം, ആൻസർ ആത്മാർത്ഥമായിട്ട് പറയണം. എനിക്ക് വേണ്ടത് പോൾ സ്ട്രെങ്തിൻ്റെ യൂണിറ്റ് ആണ്. ആരുടെയാണ്? പോൾ സ്ട്രെങ്തിൻ്റെ യൂണിറ്റ് ആണ്. അപ്പോൾ പോൾ സ്ട്രെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആദ്യം പറയണം. അതിന് മുമ്പേ എം കാണാനുള്ള ഇക്വേഷൻ പറഞ്ഞാൽ മതി. എം കാണാനുള്ള ഇക്വേഷൻ പറ. എം കാണാനുള്ള ഇക്വേഷൻ പോൾ സ്ട്രെങ്ത് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾസ് എന്നാണ് ഞാൻ പഠിപ്പിച്ചത്. ഓക്കെ, ഇതിനകത്ത് പോൾ സ്ട്രെങ്ത് QM എങ്ങനെ കണ്ടുപിടിക്കും? എം ബൈ ഡിസ്റ്റൻസ് എന്നാണ്. ഇതുവരെ മനസ്സിലാവാത്ത ആരെങ്കിലും ഇരിപ്പുണ്ടോ? അപ്പൊ ഇതാണ് എന്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? പോൾ സ്ട്രെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ പോൾ സ്ട്രെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി പോൾ സ്ട്രെങ്തിന്റെ യൂണിറ്റ് വേണം. എമ്മിന്റെ യൂണിറ്റുകൾ പറ. എമ്മിന്റെ യൂണിറ്റുകൾ പറ. എമ്മിന്റെ യൂണിറ്റുകൾ. അപ്പൊ എമ്മിന്റെ യൂണിറ്റിനെ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ യു ക്യാൻ ഗെറ്റ് പോൾ സ്ട്രെങ്ത് യൂണിറ്റ്. സി എമ്മിന്റെ യൂണിറ്റ് എന്താണ്? ആംപിയർ മീറ്റർ സ്ക്വയർ. ഓർ വേറെയുണ്ട് ന്യൂട്ടൺ മീറ്റർ പെർ ടെസ്ല. വേറെയുണ്ട് ജൂൾ പെർ ടെസ്ല. ഓക്കെ, ദാറ്റ് ഡിവൈഡഡ് ബൈ മീറ്റർ, ഡിവൈഡഡ് ബൈ മീറ്റർ, ഡിവൈഡഡ് ബൈ മീറ്റർ. ഓക്കെ, അപ്പൊ വെട്ടിപ്പോയിട്ട് ഐ എം ഗെറ്റിംഗ് ആംപിയർ മീറ്റർ ഓർ ന്യൂട്ടൺ പെർ ടെസ്ല ഓർ ജൂൾ പെർ ടെസ്ല മീറ്റർ. യൂണിറ്റുകൾ കിട്ടിയത് കണ്ടോ? അപ്പൊ ഇല്ലാതാക്കരുത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടാം. സി എം കാണാനുള്ള പണ്ട് പഠിച്ച ഇക്വേഷൻ എം ഈക്വൽ ടു IA. അപ്പോൾ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന യൂണിറ്റ് ഏതാണ്? എമ്മിൻ്റെ യൂണിറ്റ് എന്താണ്? ആംപിയർ മീറ്റർ സ്ക്വയർ. ആംപിയർ മീറ്റർ സ്ക്വയർ. ഇനി വേറെ യൂണിറ്റുകൾ നമുക്ക് എന്താണ് കിട്ടിയത്? ജൂൾ പെർ ടെസ്ല അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ പെർ ടെസ്ല. ഇതെല്ലാം എമ്മിൻ്റെ യൂണിറ്റുകളാണ്. ഇനി എം അറിയാമെങ്കിൽ പോൾ സ്ട്രെങ്ത് കണ്ടുപിടിക്കണം. എം ഈക്വൽ ടു എന്താണ്? പോൾ സ്ട്രെങ്ത് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോൾസ് എന്നാണ് പഠിപ്പിച്ചത്. അപ്പോൾ അതിൽ നിന്ന് പോൾ സ്ട്രെങ്ത് എങ്ങനെ കണ്ടുപിടിക്കും? എം ബൈ ഡിസ്റ്റൻസ് എന്നാണ്. അപ്പോൾ ഇതിനകത്ത് എമ്മിൻ്റെ യൂണിറ്റുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബൈ ഡിസ്റ്റൻസ് ഇട്ട് കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് 3 യൂണിറ്റ്സ്. വാട്ട് ആർ ദേ? ആംപിയർ മീറ്റർ, ന്യൂട്ടൺ പെർ ടെസ്ല ഓർ ജൂൾ പെർ ടെസ്ല മീറ്റർ. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? അടുത്തലേക്ക് കൂടെ. അടുത്ത സാധനം നോക്കാം. മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സ്. മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സ് പേടിക്കാൻ വേണ്ടി ഒന്നും പറയുന്നില്ല. സിമ്പിൾ കേസാണ്. മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സ്. ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ് പറഞ്ഞവന്മാരുടെ അടുത്താണ് മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സ് പറയാൻ പോകുന്നത്. സിമ്പിൾ സാധനം. എന്താണ്? ദാ ഒരു ബാർ മാഗ്നറ്റ് ഞാൻ ഇവിടെ വരച്ചു വയ്ക്കാം. ഓക്കെ, ഇതാണ് ഒരു ബാർ മാഗ്നറ്റ്. ബാർ മാഗ്നറ്റിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഞാൻ വരയ്ക്കാം. ഇതാ ഒരെണ്ണം വരച്ചു. ഒരു ഫീൽഡ് ലൈനെ ഞാൻ വരച്ചോളൂ കേട്ടോ. അത് ഇങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇനി ഇവിടെ ഫീൽഡിന്റെ ഡയറക്ഷനൊക്കെ വരച്ചിട്ടുണ്ട്. ഇനി അപ്പൊ ഒരു കർവ് അല്ലേ? അതൊരു ക്ലോസ്ഡ് കർവ് ആയിരിക്കും. അതെന്തായിരിക്കും? ക്ലോസ്ഡ് കർവ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻ വരച്ചപ്പോൾ നമ്മൾ എവിടെയാണ് തുടങ്ങിയത്? എവിടെയാണ് തുടങ്ങിയത്? പോസിറ്റീവിൽ തുടങ്ങി. എന്താ എവിടെ വന്ന് അവസാനിച്ചു? നെഗറ്റീവിൽ ഒന്ന് അവസാനിച്ചു. അതൊരു ഡിസ്കണ്ടിന്യൂസ് ലൈനാണ്. പക്ഷെ ഇതെന്താണ്? ഒരു കണ്ടിന്യൂസ് ലൈനാണ്. കണ്ടിന്യൂസ് ലൂപ്പാണ്. അപ്പം നോർത്തിൽ തുടങ്ങി സൗത്തിലൊന്ന് അവസാനിക്കും നമ്മൾ പറയാൻ പറ്റില്ല. നോർത്തിൽ നിന്ന് നോർത്തിലും സൗത്തിലും കൂടെ പാസ് ചെയ്യുന്ന, നോർത്ത് സൗത്തും ക്രോസ് ചെയ്ത് പാസ് ചെയ്യുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലൂപ്പാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ. അതിൽ എനിക്ക് താണ്ട് ഈ പോയിന്റിനെയാണ് വലിയ ഇഷ്ടം. അവിടെ ഞാൻ എന്ത് വരയ്ക്കാൻ പോകുന്നു? ഒരു ടാൻജന്റ് വരയ്ക്കാൻ പോകുന്നു. ടാൻജന്റ് വരച്ചപ്പോൾ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കിട്ടി. അപ്പൊ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ എന്ന് പറഞ്ഞാൽ? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഈസ് എ കണ്ടിന്യൂസ് കർവ്. The tangent at any point on it gives direction of magnetic field at that point. ഓക്കെ, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പട്ടിയെ അഴിച്ചു വിട്ടു. അപ്പോൾ പുരയിടമൊക്കെ ഉള്ള വീട്, നമുക്ക് കുറച്ച് അധികം വസ്തുവൊക്കെ ഉണ്ടെങ്കിൽ ഈ പട്ടി, നാട്ടിൻ പ്രദേശത്തൊക്കെ ആണെങ്കിൽ പട്ടി ഒരു വൈകുന്നേരമായിരിക്കും അഴിച്ചു വിടുന്ന പറന്നൊരു പോക്കാണ്. എന്തിനാണ്? 1 2 3 4 5 എല്ലാം നടത്തണ്ടേ? അപ്പോൾ പട്ടി രാവിലെ തൊട്ട് കെട്ടിയിട്ട് മസിലും പെരുക്കി നമ്മൾ നിർത്തിയിരിക്കുകയാണ് പട്ടിയെ. ആ പട്ടി ജീവനും കൊണ്ട് ഓടെയാണ്. അപ്പോൾ പട്ടി ഓടുന്ന ഒരു വഴി കാണും അല്ലേ? പട്ടി ആ ഒരു പർട്ടിക്കുലർ ലൈൻ വഴിയായിരിക്കും മിക്കവാറും ഓടുന്നത്. അതുപോലെ അപ്പോൾ അഴിച്ചുവിട്ട പട്ടി ഓടിയ ലൈൻ പോലെ ഫ്രീ ആയ നോർത്ത് പോൾ സഞ്ചരിച്ചു പോയ ഒരു നോർത്ത് പോളിനെ ഞാൻ അഴിച്ചു വിട്ടു. രാവിലെ തൊട്ട് വൈകിട്ട് വരെ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വൈകിട്ടായപ്പോൾ നോർത്ത് പോളിനെ ഞാൻ അഴിച്ചു വിട്ടു. ഫ്രീ ആയ നോർത്ത് പോൾ സഞ്ചരിച്ചു പോകുന്ന വഴിയെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ എന്ന് പറയാം. അപ്പം മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സ് എന്നും പറയാറുണ്ട്. എന്താ പറയുക? മാഗ്നറ്റിക് ഫീൽഡ് ലൈനിനെ നമ്മൾ എന്തെന്ന് പറയും? മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സ്. പേടിക്കരുത്. എന്താണ് മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ എന്ന് പറഞ്ഞാൽ?
എന്താണ് നോർത്തും സൗത്തും ക്രോസ് ചെയ്ത് പോകുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈനിനെ പറയുന്ന കർവിനെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ. അതിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങളൊരു ടാൻജൻറ്റ് വരച്ചു കൊടുത്താൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അവിടുത്തെ കിട്ടും. ഇനി എന്താണ് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു നോർത്ത് പോളിനെ ഫ്രീ ആക്കി വിട്ടാൽ അവൻ ഇറങ്ങി ഓടുന്ന വഴിയായിരിക്കും എന്തോന്ന്, അങ്ങനെ ഒരിക്കലും ഓടില്ല. അങ്ങനെ ഓടാൻ എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അവൻ ഓടുന്ന വഴിയെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ അല്ലെങ്കിൽ മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സ്. ഇനി ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാം. എന്താണ് അടുത്തത് നോക്കാം. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരു സ്ഥലത്തോ അടുത്തടുത്താണ്. അപ്പോൾ അവിടുത്തെ ഫീൽഡ് എങ്ങനെയാണ്? സ്ട്രോങ് ഫീൽഡാണ്. ഇനി അടുത്ത ഒരു സ്ഥലത്താണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വളരെ ഗ്യാപ്പിട്ടാണ്. അപ്പം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്താണ് ഗ്യാപ്പിലാണെങ്കിൽ അവിടുത്തെ ഫീൽഡ് എന്ന് പറയുന്നത് വളരെ വീക്ക് ഫീൽഡാണ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി, ആരും ചോദിക്കില്ല. ഇനി അടുത്തെന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ കണ്ടക്ടറിൻ്റെ അകത്ത് കാണോ? ഇല്ല, നമ്മൾ കണ്ടക്ടറിൻ്റെ അകത്തൂടെ ഫീൽഡ് ലൈൻ ഇല്ല. പക്ഷേ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ കണ്ടോ? മാഗ്നറ്റിൻ്റെ ബോഡിയുടെ അകത്തൂടെ ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈനിനെ പറ്റി ജസ്റ്റ് ഓർത്തിരിക്കുക, ജസ്റ്റ് പറഞ്ഞാൽ മതി. സോ ലിസൺ, what is magnetic field line? It is a curve. The tangent at any point on it gives a direction of magnetic field at that point. Then അടുത്തെന്താണ് പറഞ്ഞത്? It is the path of a free north pole. Okay, if it is free to do so. So it is a path of an independent north pole if it is free to do so. Then അടുത്തെന്താണ്? Magnetic field lines are continuous loop, closed loop. Okay, then they form continuous closed loop. Then magnetic field lines exist inside magnet. ഇത്രയൊക്കെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈനിനെ പറ്റി അറിയേണ്ടത്. ഇനി അടുത്ത ഒരു സാധനമാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നാവിഗേറ്റേഴ്സ് എന്തിനാണ് കെട്ടിത്തൂക്കുന്നത്? പറയൂ, എന്തിനാണ് കെട്ടിത്തൂക്കുന്നത്? നാവിഗേറ്റേഴ്സ് പോകുന്നു. നാവിഗേറ്റേഴ്സ് എന്ത് കെട്ടിത്തൂക്കും? പറഞ്ഞോ മീനിനെ കെട്ടിത്തൂക്കുമോ? മീനിനല്ല കെട്ടിത്തൂക്കുന്നത്. അവരെന്തിനാണ് കെട്ടിത്തൂക്കിയത്? ഇതൊക്കെ പണ്ടത്തെ നാവിഗേറ്റേഴ്സ് ആണെങ്കിൽ അവർ മാഗ്നറ്റിനെ കെട്ടിത്തൂക്കും. അപ്പോൾ എന്താണ്, അവർ മാഗ്നറ്റിനെ കെട്ടിത്തൂക്കും. ആ മാഗ്നറ്റ് കാണിച്ചു തരുന്ന വഴി അവർ സഞ്ചരിക്കും, ശരിയല്ലേ? അപ്പോൾ അവരെ പ്രോപ്പർ വേയിൽ ലീഡ് ചെയ്തിരുന്ന ആ സ്റ്റോണിനെ ലീഡ് സ്റ്റോൺ അല്ലെങ്കിൽ ലോഡ് സ്റ്റോൺ എന്ന് വിളിച്ചിരുന്നു. അപ്പോൾ ഓർത്ത് വെച്ചോണം, പണ്ട് ഇപ്പം നമുക്ക് നാച്ചുറൽ മാഗ്നറ്റും ഉണ്ട്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മാഗ്നറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നാച്ചുറൽ മാഗ്നറ്റിനെ പറയുന്ന പേരാണ് മാഗ്നറ്റൈറ്റ് സ്റ്റോൺ. എന്താണ് മക്കളെ? മാഗ്നറ്റൈറ്റ് സ്റ്റോൺ, മാഗ്നറ്റൈറ്റ്. ഓക്കെ, ഇപ്പം മാഗ്നറ്റൈറ്റ് സ്റ്റോൺ ആണ് നാച്ചുറൽ ആയിട്ടുള്ള മാഗ്നറ്റ്. ഓക്കെ, അപ്പോൾ അതേ അന്ന് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അതിനെ വെട്ടി അതിൻ്റെ പീസുകൾ കൊണ്ടുപോകും. കടലിൻ്റെ നടുക്കെല്ലുമ്പോഴത്തേക്ക് എങ്ങോട്ട് വേണമെന്ന് അറിഞ്ഞുകൂടാ. ഭാര്യയുടെ വീട് എവിടെ, അയാളെ വീട് എവിടെ എന്നൊന്നും അറിഞ്ഞുകൂടാ. നോക്ക്, അപ്പോൾ വഴി തെറ്റി. അപ്പോൾ വഴി തെറ്റുമ്പോഴത്തേക്ക് സാധനം കെട്ടിത്തൂക്കും. എന്ത് സാധനം കെട്ടിത്തൂക്കും? മാഗ്നറ്റിക് നാച്ചുറൽ മാഗ്നറ്റിൻ്റെ പീസ് എടുത്ത് കെട്ടിത്തൂക്കും. അപ്പോൾ അത് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ നിൽക്കുന്ന സമയത്ത് നോർത്ത് സൗത്തും കണ്ടുപിടിക്കുന്നു, ഈസ്റ്റും വെസ്റ്റും. അപ്പോൾ മനസ്സിലായി, അവർ പ്രോപ്പറായിട്ട് വഴി തെറ്റാതെ വീട്ടിലെത്തും. അപ്പം നിങ്ങളും വഴി തെറ്റാതെ, അപ്പോൾ നോക്കൂ, ഇപ്പോൾ സജിനൊക്കെ വഴി തെറ്റി നടക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം നീ നടക്കുമ്പോഴത്തേക്ക് എന്തുകൂടെ കൊണ്ടുപോകുക? ഒരു ലോഡ് സ്റ്റോൺ കൂടെ കൊണ്ടുപോകുക, വഴി തെറ്റാതെ വീട്ടിലെത്താം. അപ്പം വഴി തെറ്റിയത് വേറെ കാര്യങ്ങളാണ്. നോക്കൂ, കയ്യിരിപ്പ് ദോഷം കൊണ്ടാണ്, അല്ലാതെ ഡയറക്ഷൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല, അല്ലേ? നമുക്കെല്ലാം അറിയാമെന്നുള്ള കേസ്. സോ ലിസൺ, അപ്പോൾ എന്താണ് പണ്ടത്തെ നാവിഗേറ്റേഴ്സ് എന്തിനെ കൊണ്ടുപോയി? മാഗ്നറ്റൈറ്റ് സ്റ്റോണിനെ കൊണ്ടുപോയി കെട്ടിത്തൂക്കി ഡയറക്ഷൻ കണ്ടുപിടിച്ചു. അപ്പോൾ ആ മാഗ്നറ്റൈറ്റ് സ്റ്റോൺ ആണ്. അപ്പോൾ കടലിനെ കര പോകണവരെ അവരെ കൊണ്ടുപോകുന്ന സാധനത്തിൻ്റെ പേര് മാഗ്നറ്റൈറ്റ് സ്റ്റോൺ. അപ്പോൾ എന്താണ് മാഗ്നറ്റൈറ്റ് സ്റ്റോൺ എടുക്കാൻ മറന്നുപോലെ നോക്കൂ. അപ്പോൾ അവർ കെട്ടിത്തൂക്കി വീട്ടിലേക്ക് വരികയാണ്. കറക്റ്റായിട്ട് വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഭർത്താവ് കടലിൽ പോകുമ്പോൾ ഭാര്യ ഒരു സാധനം കൊടുത്തു വിടും. എന്താണ് ആ സാധനം? പറയൂ. ഓപ്ഷൻ എ എന്താണ്? പിറ്റേന്ന് ഇടാനുള്ള ഷർട്ട്. അടുത്ത ഫുഡ്. ഓപ്ഷൻ സി എന്താണ്? ലോഡ് സ്റ്റോൺ. ഏതാണ്? ഓപ്ഷൻ സി. അപ്പം മറക്കാതെ ഭാര്യ എന്താണ്, ഭർത്താവ് വഴിതെറ്റി വേറെ വല്ല പെണ്ണുങ്ങളെ വീട്ടിൽ ചെന്ന് കയറി എന്ത് ചെയ്യും? അപ്പം അതുകൊണ്ട് ഭാര്യ കൃത്യമായിട്ടും കൊടുത്തു വിടുന്നൊരു സാധനം ഉണ്ടായിരുന്നു. എന്താണത്? ലോഡ് സ്റ്റോൺ, മാഗ്നറ്റൈറ്റിൻ്റെ ഒരു പീസ് കൊടുത്തു വിടും. അപ്പോൾ ഹസ്ബൻഡ് എന്ത് ചെയ്യും? പറയൂ. കെട്ടിത്തൂക്കുന്നു, ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നു, അവൻ്റെ ലൈനിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ പാവപ്പെട്ട ഭാര്യ എന്ത് കൊടുത്തു വിട്ടു? ലോഡ് സ്റ്റോൺ കൊടുത്തു വിട്ടു. ഭർത്താവ്
ഡയറക്ഷൻ കണ്ടുപിടിച്ചിട്ട് അവൻ്റെ മറ്റേ കണക്ഷൻ ഉണ്ടല്ലോ, മറ്റേ ഫോണിൽ എപ്പോഴും വിളിക്കുന്ന ചാറ്റ് ചെയ്യുന്ന പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയി. ശരിയല്ലേ? നാട്ടുകാർ കയറി തല്ലിക്കൊല്ലുന്നു. നോക്കൂ, എന്നിട്ട് അവൻ്റെ ശവശരീരത്തിൻ്റെ മണ്ടയിൽ എന്ത് കെട്ടിത്തൂക്കുന്നു? ലോഡ് സ്റ്റോൺ കെട്ടിത്തൂക്കുന്നു. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇപ്പോഴത്തെ കറക്റ്റ് തെക്ക് വടക്ക് അറിയാൻ വേണ്ടിയാണ്. നോക്കൂ, ആ ഡയറക്ഷനിൽ ഡെഡ് ബോഡി ഇടാനാണ്. സോ ലിസൺ. അപ്പോൾ നോക്കൂ, അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്. നോക്കൂ, കടലിൽ പോകുന്നോ? ഇല്ല. അപ്പോൾ പറയൂ, എന്താണ്? ലോഡ് സ്റ്റോണിനെ എവിടെ കൊണ്ടുപോയി? കടലിൽ കൊണ്ടുപോയി. ലോഡ് സ്റ്റോൺ, മാഗ്നറ്റൈറ്റിന്റെ പീസിനെ പറഞ്ഞ പേരെന്താണ്? ലോഡ് സ്റ്റോൺ അല്ലെങ്കിൽ ലീഡിംഗ് സ്റ്റോൺ. അതാണ് അവരെ പ്രോപ്പർ വേയിൽ ലീഡ് ചെയ്തിരുന്നത്. അപ്പം മാഗ്നറ്റൈറ്റ് സ്റ്റോൺ ഈസ് നോൺ ബൈ ദ നെയിം ലോഡ് സ്റ്റോൺ ഓർ ലീഡിംഗ് സ്റ്റോൺ ബിക്കോസ് ഇറ്റ് വാസ് യൂസ്ഡ് ബൈ ഏൻഷ്യന്റ് നാവിഗേറ്റേഴ്സ് ടു ഫൈൻഡ് ദെയർ വേ. ദെൻ അടുത്ത് കപ്പലിൽ, ഷിപ്പിൽ യൂസ് ചെയ്യുന്ന മാഗ്നറ്റിനെ ഒരു കോമ്പസ് നീഡിൽ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഷിപ്പിൽ യൂസ് ചെയ്യുന്ന കോമ്പസ് നീഡിലിനെ നമ്മൾ പറയുന്ന പേരാണ് ജൈറോ കോമ്പസ്. എന്താ പറയുക? GYRO, ജൈറോ കോമ്പസ്. ഇനി എന്താണ്? ഒരു മാഗ്നറ്റ് കയ്യിൽ കിട്ടി, മാഗ്നറ്റിനെ അടുപ്പിലിട്ടുന്നു, 2 ദിവസം അടുപ്പിലിട്ട് ചൂടാക്കി, അതിൻ്റെ ശക്തിയൊക്കെ പോവും. അപ്പം മാഗ്നറ്റിനെ ചൂടാക്കിയാൽ അതിൻ്റെ ശക്തി പോവും. ഇനി ഒരു മാഗ്നറ്റിനെ കയ്യിൽ കിട്ടിയാൽ ചുമ്മാ ഇട്ട് ചുറ്റിയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്താലും മാഗ്നറ്റിൻ്റെ പവർ പോവും. അപ്പോൾ ഓർത്ത് വെച്ചോണം, ഇപ്പം മാഗ്നറ്റിനെ വെറുതെ തറയിലൊന്നും ഇടരുത്. തറയിലൊക്കെ പടപടാക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറേ പ്രാവശ്യം ഇടുമ്പോൾ അതിൻ്റെ പവർ കുറയും. അപ്പോൾ എന്താണ്? ഓൺ ഹാമറിങ് ഓർ എന്താണ് ബൈ ഹീറ്റിംഗ് ദ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റ് ഡിക്രീസസ്. ഓർത്ത് വെച്ചോണം, നല്ല കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. സോ ലിസൺ. വാട്ട് ഡു യു നോ അബൌട്ട് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ? ആരും ചോദിക്കില്ല കേട്ടോ. ഇപ്പോൾ നോക്കൂ, മാഗ്നറ്റിക്, പിന്നെ അതിനകത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, മറ്റേ കപ്പലിൽ പോകുമ്പോഴത്തേക്ക് എന്താണ് ഭാര്യ കൊടുത്തു വിട്ട സാധനം? അത് മാത്രം ചിലപ്പോൾ ചോദിക്കുമോ? ഇല്ല, ആരും ചോദിക്കില്ല. സോ ലിസൺ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഈസ് എ കർവ്. ദ ടാൻജന്റ് അറ്റ് എനി പോയിന്റ് ഓൺ ഇറ്റ് ഗീവ്സ് direction of magnetic field at that point. Then magnetic field line is a continuous loop. Okay, then അടുത്തെന്താണ്? It exists inside bar magnet, inside magnet. അടുത്ത ബാർ മാഗ്നറ്റ് ആണെന്നില്ല. Then അടുത്തെന്താണ്? It is a path of magnetic field line is a path of an independent north pole if it is free to do so. Then see, if the field lines are closer, it indicates strong field. If they are at some distance, it indicates weak field. അടുത്തെന്താണ്? Magnetite stone was used by ancient navigators to detect their way. As the stone led them in the proper way, the stone was called by the name lodestone or leading stone. Then compass used, compass എന്ന് വരയ്ക്കുന്ന കോമ്പസ് അല്ല, നമ്മൾ മാഗ്നറ്റിക് നീഡിൽ വരുന്ന കോമ്പസ്. So compass used in ship is known as gyro compass. Then so on heating or hammering, the strength of a magnet decreases. Keep in mind. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് ഞാൻ പറയണോ? എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ എന്ന് പറയുന്നത്? ഒരു കണ്ടിന്യൂസ് ലൂപ്പാണ്. ടാൻജന്റ് അറ്റ് എനി പോയിന്റ് ഓൺ ഇറ്റ് ഗീവ്സ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. The larger the number of magnetic field lines crossing an area, stronger is a field. എല്ലാം നമുക്കറിയാം. Magnetic field lines do not intersect each other. Electric field line പോലെ തന്നെ magnetic field lines do not intersect each other. If they intersect, it means that at the point of intersection, magnetic field has 2 directions. It is impossible. Say, 2 magnetic field lines never intersect each other. If they intersect, it means that at the point of intersection, field has 2 directions, which is impossible. What is the next? Magnetic field lines prefer to pass through magnetic materials. Magnetic materials ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തൂടെ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോകുന്നത്. നമ്മൾ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ പഠിച്ചവന്മാരാണ്. അതിനകത്ത് ഒരു സോഫ്റ്റ് അയൺ സിലിണ്ടർ വെച്ചത് ഓർമ്മയുണ്ടോ? ആ സോഫ്റ്റ് അയൺ സിലിണ്ടർ എന്തിനാണ് അവിടെ വെച്ചത്? ടു കോൺസെൻട്രേറ്റ് ഫീൽഡ് ലൈൻസ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ തീറ്റ ആൾവേസ് 90 ആക്കി കീപ്പ് ചെയ്യാനുള്ള സെറ്റപ്പ് ആണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചതാണ്. അപ്പോൾ അവിടെ എന്താണ് മാഗ്നറ്റിക് അവിടെ വെച്ചത്? ഒരു ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ, അയൺ ആണ് വെച്ചത്. അപ്പോൾ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് അവിടെ വെച്ചത്. അപ്പോൾ ഫീൽഡ് ലൈൻസ് അതിൻ്റെ അകത്തൂടെ കയറി പോകും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പ്രിഫർ ടു പാസ് ത്രൂ എന്താണ് മാഗ്നറ്റിക് മെറ്റീരിയൽസ്. ഓക്കെ, വാട്ട് ആർ ദ, ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് കളഞ്ഞാൽ മതി. ഇതുവരെ പറഞ്ഞതിനകത്ത് ഒന്നും തന്നെ ചോദിക്കാൻ ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്? Magnetic field lines form continuous closed loop. Then tangent at any point gives direction of magnetic field at that point. The larger the number of field lines passing through an area, stronger is the field.
then magnetic field lines two magnetic field lines do not intersect each other. If they intersect, it means that at the point of intersection magnetic field has two directions, which is impossible. Then what is the next? Magnetic field lines prefer to pass through magnetic materials. മനസ്സിലായോ? ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം.